ഹലോ ലോയ്റ്റ്, ഈ ഒരു എപ്പിസോഡ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ദാറ്റ് ഈസ് പാസ്റ്റ് ടെൻസ് എന്ന് പറയുന്ന ടോപ്പിക്. അപ്പോൾ ഇത്രയും ഒരു എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്ന എല്ലാ സെൻറ്റൻസ് ഫോർമേഷനും കാര്യങ്ങളൊക്കെ വന്നിരുന്നത് പ്രസൻറ്റ് ടെൻസിലാണ്. ഇനി അങ്ങോട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പാസ്റ്റ് ടെൻസ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ റെലവൻസ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ജസ്റ്റ് ആലോചിച്ചാൽ മതി. നിങ്ങൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന ഭാഷകളിൽ നിങ്ങൾ പ്രസൻറ്റ് ടെൻസിലെ സെൻറ്റൻസ് മാത്രമല്ല യൂസ് ചെയ്യുന്നത്, നിങ്ങൾ പാസ്റ്റ് ടെൻസിലെയും നിങ്ങൾ ഫ്യൂച്ചർ ടെൻസിലെയും സെൻറ്റൻസ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ജർമ്മൻ ലാംഗ്വേജിലെ പാസ്റ്റ് ടെൻസ് കൂടെയാണ്. അപ്പോൾ എങ്ങനെ നിങ്ങൾക്ക് ജർമ്മൻ ലാംഗ്വേജിൽ പാസ്റ്റ് എക്സ്പ്രസ് ചെയ്യുക, കമ്പയറിംഗ് ടു ഇംഗ്ലീഷ് അല്ലെങ്കിൽ ബാക്കിയുള്ള ലാംഗ്വേജിനെ വെച്ച് നോക്കുന്ന സമയത്ത് ജർമ്മൻ ലാംഗ്വേജിൽ പാസ്റ്റ് ഈസി ആണോ അല്ലേ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ സെഷനിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം, ഒരു ലാംഗ്വേജ് കൈകാര്യം ചെയ്യുന്ന സമയത്ത് നമ്മൾ പ്രസന്റ് ടെൻസ് മാത്രമല്ല യൂസ് ചെയ്യുക, നമ്മൾ പാസ്റ്റ് ടെൻസും ഫ്യൂച്ചർ ടെൻസും എല്ലാം തന്നെ നോക്കും. അപ്പോൾ നിങ്ങളിപ്പോൾ ഡേ ടു ഡേ ലൈഫിൽ നോക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾ ഉപയോഗിക്കുന്ന ഭാഷയിൽ മോസ്റ്റ്ലി കടന്നു വരുന്നത് പ്രസന്റ് ടെൻസ് ആണെങ്കിലും അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യും, കുറേ പാസ്റ്റ് ടെൻസും അതുപോലെ ഫ്യൂച്ചർ ടെൻസ് ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇന്നത്തെ സെഷൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാലും ഇതാണ്, നിങ്ങൾ ജർമ്മൻ ലാംഗ്വേജിൽ പാസ്റ്റ് ടെൻസ് പഠിക്കാൻ പോവാണ്. ഇപ്പോൾ ഇത്രയും എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത് പ്രസന്റ് ടെൻസ് ആണ്, അതായത് എങ്ങനെ പ്രസന്റ് ടെൻസിൽ എഴുതാമെന്നുള്ളതായിരുന്നു നമ്മൾ മെയിൻലി ഡിസ്കസ് ചെയ്തത്. ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങൾക്ക് എങ്ങനെ ജർമ്മനിൽ പാസ്റ്റ് ടെൻസിൽ സെൻറ്റൻസ് എഴുതാം. അപ്പോൾ ജർമ്മനിൽ പാസ്റ്റ് ടെൻസിൽ സെൻറ്റൻസ് എഴുതുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുമോ, അല്ലെങ്കിൽ അത് ബാക്കിയുള്ള ഭാഷകളെ കമ്പയർ ചെയ്യുന്ന സമയത്ത് അത് നിങ്ങൾക്ക് ഈസി ആയിട്ട് ക്യാച്ച് ചെയ്യാൻ പറ്റുമോ, ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഈ ഒരു സെഷനിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. ജർമ്മൻ ലാംഗ്വേജിൽ നിങ്ങൾക്ക് പാസ്റ്റ് ടെൻസ് രണ്ട് രീതിയിലാണ് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുക. അപ്പോൾ ആദ്യം ഈ പാസ്റ്റ് ടെൻസിലോട്ട് പോകുന്നതിൻ്റെ മുൻപ് എന്താണ് പ്രസന്റ് ടെൻസ്, എന്താണ് പാസ്റ്റ് ടെൻസ്, എന്താണ് ഫ്യൂച്ചർ ടെൻസ് എന്നുള്ള ചെറിയൊരു ഐഡിയ ഇത് പഠിക്കുന്ന ഒരാൾക്ക് ഉണ്ടാവണം. സോ ഇത് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഒരു 3 സെൻറ്റൻസ് നിങ്ങൾക്ക് എഴുതരാം. ഐ ഗോ ടു ദ മാർക്കറ്റ്, I go to the market. I went to the market. I will go to the market. Okay. സോ ഈ 3 സെൻറ്റൻസ് ജസ്റ്റ് നിങ്ങളൊന്ന് നോക്കുക. മലയാളത്തിൽ വരുന്ന സമയത്ത് ഞാൻ മാർക്കറ്റിലോട്ട് പോകുന്നു, ഐ ഗോ ടു ദ മാർക്കറ്റ്, അല്ലെങ്കിൽ ഐ ആം ഗോയിങ് ടു ദ മാർക്കറ്റ്, അതിൻ്റെ പ്രസന്റ് കണ്ടിന്യൂസ് ഫോം. ഐ വെന്റ് ടു ദ മാർക്കറ്റ്, അതിൻ്റെ അർത്ഥം വരുന്നത് ഞാൻ മാർക്കറ്റിലോട്ട് പോയി. ഐ വിൽ ഗോ ടു ദ മാർക്കറ്റ്, ഞാൻ മാർക്കറ്റിലോട്ട് പോവും. സോ ഇത് കമ്പയർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും ഏതാണ് പ്രസന്റ് ടെൻസ്, ഏതാണ് പാസ്റ്റ്, ഏതാണ് ഫ്യൂച്ചർ എന്നുള്ളത്. സോ ബേസിക്കലി നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ, നമ്മളുടെ ലൈഫിൽ കറന്റ്ലി അല്ലെങ്കിൽ പ്രസന്റ്ലി നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് പ്രസന്റ് ടെൻസ് ആയിട്ട് നമ്മൾ കാറ്റഗറൈസ് ചെയ്യുന്നത്. ഓക്കെ, പ്രസന്റ് ആയിട്ട് കാറ്റഗറൈസ് ചെയ്യുന്നത്. ഓൾറെഡി കഴിഞ്ഞു പോയ കാര്യങ്ങൾ, അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം, കഴിഞ്ഞ ആഴ്ചയിലൊക്കെ കഴിഞ്ഞു പോയ കാര്യങ്ങളാണ് നമ്മൾ പാസ്റ്റ് ടെൻസ് ആയിട്ട് കാറ്റഗറൈസ് ചെയ്യുന്നത്, പാസ്റ്റ്. ഇനി നെക്സ്റ്റ് ഫ്യൂച്ചർ ടെൻസ് എന്ന് പറയുന്നത് ഇനി വരാൻ പോകുന്നത്. ഓക്കെ, വരാൻ പോകുന്ന കാര്യങ്ങൾ കാറ്റഗറൈസ് ചെയ്യുന്നതാണ് ഫ്യൂച്ചർ ടെൻസ് എന്ന് പറയുന്നത്. ഏതൊരു ഭാഷ പഠിക്കുന്ന ആളും മനസ്സിലാക്കേണ്ടത് പ്രസന്റ്, പാസ്റ്റ്, ഫ്യൂച്ചർ, ഈ 3 കാര്യങ്ങൾ അറിയാമെങ്കിൽ, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു മെത്തേഡ്, എങ്ങനെ ഒരു ലാംഗ്വേജിൽ പ്രസന്റ് ടെൻസ് ഫോം ചെയ്യാം, എങ്ങനെ ഒരു ലാംഗ്വേജിൽ പാസ്റ്റ് ടെൻസ് ഫോം ചെയ്യാം, എങ്ങനെ ഒരു ലാംഗ്വേജിൽ ഫ്യൂച്ചർ ടെൻസ് ഫോം ചെയ്യാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾക്ക് ഓട്ടോമാറ്റിക്കലി കമ്മ്യൂണിക്കേഷൻ ഈസി ആവും. അതായത് സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾ ജസ്റ്റ് ആലോചിച്ചാൽ മതി, നിങ്ങളൊരു 10 സെൻറ്റൻസ് പറയുകയാണെങ്കിൽ ആ 10 സെൻറ്റൻസിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഡെയിലി പറയുന്ന സെൻറ്റൻസ് എടുത്ത് നോക്കുക, രാവിലെ മുതൽ വൈകിട്ട് വരെ നിങ്ങൾ ഒരാളോട് സംസാരിക്കുന്നത്, അതിൽ കടന്നു വരുന്നത് ഈ 3 ടെൻസ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ, പ്രസന്റ്, പാസ്റ്റ്, ഫ്യൂച്ചർ എന്ന് പറയുന്ന ഈ 3 ടെൻസ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഇതാണ്, നിങ്ങൾക്ക് ഒരാളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഏതൊരു ഭാഷയിലും അനിവാര്യമായിട്ടുള്ള 3 ടെൻസാണ് പ്രസന്റ്, പാസ്റ്റ്, ഫ്യൂച്ചർ. ഇത് നിങ്ങൾക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് കുറച്ച് വൊക്കാബ് ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് സെൻറ്റൻസ് ഫോം ചെയ്യാൻ പറ്റും. സോ അത്രത്തോളം ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ടോപ്പിക്കാണ് ഈ ഒരു പ്രസന്റ്, പാസ്റ്റ്, ഫ്യൂച്ചർ എന്ന് പറയുന്നത്. അതിൽ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പാസ്റ്റ് ടെൻസിനെ കുറിച്ചിട്ടാണ്. പ്രസന്റ് ടെൻസ് ആണ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിരുന്നത്. അപ്പോൾ ഈ ഒരു പാസ്റ്റ് ടെൻസിൽ നോക്കുന്ന സമയത്ത് നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ജർമ്മൻ ലാംഗ്വേജിൽ പാസ്റ്റ് ടെൻസ് എഴുതുമ്പോൾ എന്ത് കാര്യം നോക്കണം, ഇതിൽ എത്ര മെത്തേഡിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റും, ഇംഗ്ലീഷിലെ പോലെ പ്രസന്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് കണ്ടിന്യൂസ്, ഇങ്ങനത്തെ എന്തെങ്കിലും മെത്തേഡ്സ് ജർമ്മനിൽ വരുന്നുണ്ടോ, ഇതൊക്കെയാണ് നമ്മൾ ഇനി ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത്.
ഇനി നമ്മൾ പാസ്റ്റ് ടെൻസിനെ ഡീപ്പായിട്ട് ജർമ്മൻ ഭാഷയിൽ നോക്കാൻ പോവാണ്. അപ്പോൾ അതിന്റെ മുൻപ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിരുന്ന പ്രസന്റ് ടെൻസ് ആണ്. സോ ജർമ്മനിൽ പ്രസന്റ് ടെൻസ് വളരെ സിമ്പിൾ ആണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ജർമ്മനിൽ പ്രസന്റ് ടെൻസ് എഴുതുന്ന സമയത്ത് വെർബിന്റെ പൊസിഷൻ എപ്പോഴും സെക്കൻഡ് ആയിരിക്കും വരുന്നത്. സെക്കൻഡ് പൊസിഷനിൽ നിങ്ങൾ വെർബിനെ കോൺജുഗേറ്റ് ചെയ്യും. അതിപ്പോൾ മൊഡാൽ വെർബിന്റെ കേസിലാണെങ്കിൽ നമ്മൾ പറഞ്ഞു യൂഷ്വൽ വെർബ് ലാസ്റ്റിലോട്ട് കോൺജുഗേറ്റ് ചെയ്യാതെ പോകും. പക്ഷെ അപ്പോഴും സെക്കൻഡ് പൊസിഷനിൽ ആര് ചെയ്യുന്നുണ്ട്? മൊഡാൽ വെർബ് കോൺജുഗേറ്റ് ആവുന്നുണ്ട്. സോ അതായിരുന്നു പ്രസന്റിലെ ഫോം. ഇനി എങ്ങനെ പാസ്റ്റിൽ എഴുതാം? ഇപ്പൊ ഞാൻ നേരത്തെ നിങ്ങൾക്ക് പറഞ്ഞു തന്ന 3 എക്സാമ്പിൾ വെച്ചിട്ട് എങ്ങനെ നിങ്ങൾക്ക് പാസ്റ്റ് ടെൻസിൽ സെന്റൻസ് എഴുതാം എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ഇത് പഠിക്കുന്ന സമയത്ത് നിങ്ങൾ മെയിൻലി മനസ്സിലാക്കേണ്ടത് ജർമ്മനിൽ 2 ടൈപ്പ് ഓഫ് പാസ്റ്റ് ടെൻസ് ആണുള്ളത്. ഓക്കെ, അപ്പൊ നിങ്ങൾ നോട്ട്ബുക്ക് എടുത്തിട്ട് ഈ ഹെഡിങ് ഒന്ന് എഴുതി വെക്കുക. ജർമ്മൻ ലാംഗ്വേജിൽ പാസ്റ്റ് എന്നതിന് പറയുന്നതാണ് Vergangenheit. Vergangenheit. പാസ്റ്റ് എന്നതിന് ജർമ്മനിൽ പറയുന്നതാണ് Vergangenheit. അപ്പൊ ഈ പാസ്റ്റ് ടെൻസ് ജർമ്മനിൽ 2 ടൈപ്സ് ആണുള്ളത്. അത് നോട്ട് ചെയ്ത് വെക്കുക. ആദ്യത്തെ ഫോം എന്ന് പറയുന്നത് Präteritum. സെക്കൻഡ് ഫോം എന്ന് പറയുന്നത് പെർഫെക്റ്റ് പാർട്ടിസിപ്പ് സ്വൈ. ഓക്കെ, സോ 2 ഫോമാണ് ജർമ്മൻ ഭാഷയിൽ പാസ്റ്റ് ടെൻസിൽ വരുന്നത്. ഫസ്റ്റ് ഫോം എന്ന് പറയുന്നത് Präteritum, സെക്കൻഡ് ഫോം എന്ന് പറയുന്നത് പെർഫെക്റ്റ് പാർട്ടിസിപ്പ് സ്വൈ. അപ്പൊ ഈ 2 ഫോം എങ്ങനെ ജർമ്മൻ ലാംഗ്വേജിൽ നിങ്ങൾക്ക് പാസ്റ്റിൽ എക്സ്പ്രസ് ചെയ്യാം അതാണ് നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ഇപ്പൊ ഇത്രയും നിങ്ങൾ ജസ്റ്റ് നോക്കുക. Vergangenheit എന്ന് പറഞ്ഞാൽ പാസ്റ്റ് ടെൻസിന് പറയുന്നതും പാസ്റ്റ് ടെൻസ് അതായത് 2 മെത്തേഡിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? പാസ്റ്റിനെ എക്സ്പ്രസ് ചെയ്യാം. ഫസ്റ്റ് മെത്തേഡ് ആണ് Präteritum എന്ന് പറയുന്ന മെത്തേഡ്. സെക്കൻഡ് മെത്തേഡ് ആണ് പെർഫെക്റ്റ് പാർട്ടിസിപ്പ് സ്വൈ. അപ്പൊ ഇനി നിങ്ങളുടെ മനസ്സിലുള്ള ഡൗട്ട് ഇതായിരിക്കും, എപ്പോൾ ഞാൻ Präteritum യൂസ് ചെയ്യണം? അല്ലെങ്കിൽ എന്താണ് Präteritum? എപ്പോഴാണ് പെർഫെക്റ്റ് പാർട്ടിസിപ്പ് സ്വൈ യൂസ് ചെയ്യേണ്ടത്? എന്താണ് പെർഫെക്റ്റ് പാർട്ടിസിപ്പ് സ്വൈ? സോ ഇത് നിങ്ങൾക്ക് A1-ൽ ഈസി ആയിട്ട് പറഞ്ഞു തരാം. ഇത് മനസ്സിലാവാൻ നിങ്ങൾ ഇത്ര ആലോചിച്ചാൽ മതി. നിങ്ങൾ പാസ്റ്റിൽ ഒരു സെന്റൻസ് അല്ലെങ്കിൽ ഒരു പാരഗ്രാഫ് പറയുന്ന സമയത്ത് അവിടെ മെയിൻലി നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് വാസും ഹാഡും വരുന്ന സെന്റൻസും വാസും ഹാഡും ഇല്ലാത്ത സെന്റൻസും. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് ഒരു രാത്രി വരെ ചെയ്യുന്ന കാര്യങ്ങൾ പറഞ്ഞു നോക്കുമ്പോൾ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഐ woke up at 6 o'clock, then I had my breakfast, I was very tired, I went to the office, I met my friend. അപ്പോൾ ഈ ഒരു സെന്റൻസിലൊക്കെ നിങ്ങൾക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ഒന്നെങ്കിൽ ആ സെന്റൻസിൽ പാസ്റ്റിനെ കാണിക്കാൻ വാസ് അല്ലെങ്കിൽ ഹാഡ് എന്ന് പറയുന്ന വാക്കുണ്ടായിരിക്കും, അല്ലെങ്കിൽ അതിൽ നമ്മളുടെ വെർബിന്റെ പാസ്റ്റ് ഫോം അതായത് വേക്കപ്പ്, വോക്കപ്പ്, മീറ്റ്, മെറ്റ്, എയ്റ്റ് അതായത് ഈറ്റിന്റെ പാസ്റ്റ് ആയിട്ടുള്ള എയ്റ്റ്, ഇത്തരത്തിലുള്ള വാക്കുകളാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുക. അപ്പൊ ഇതാണ് ഇവിടുത്തെ നിങ്ങൾ യൂസ് ചെയ്യേണ്ട ഹുക്ക് എന്ന് പറയുന്നത്. എങ്ങനെ Präteritum പെർഫെക്റ്റ് പാർട്ടിസിപ്സ് ആയി ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളത്. അപ്പൊ വാസ് ഹാഡ് എന്ന് പറയുന്ന വാക്കുകളാണ് നിങ്ങളിവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്യേണ്ടത്. വാസും ഹാഡും വെച്ചിട്ട് സെന്റൻസുകൾ വരാം, വരാതിരിക്കാം. അപ്പൊ ഈ വരുന്ന സമയത്ത് എന്ത് ചെയ്യണം, വരാതിരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം, അത് വെച്ചിട്ടാണ് Präteritum ആണോ പെർഫെക്റ്റ് പാർട്ടിസിപ്സ് ആണോ എന്നുള്ളത് ഈസി ആയിട്ട് നിങ്ങൾക്ക് A1 ലെവലിൽ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുക. അപ്പൊ ഞാൻ പറഞ്ഞ സെന്റൻസിൽ തന്നെ ഐ woke up at 6 o'clock, ഈ ഒരു സെന്റൻസിൽ നിങ്ങൾ നോക്കിയാൽ കാണാം പാസ്റ്റിനെ കാണിക്കുന്നത് ശരിക്ക് വേക്കപ്പിന്റെ പാസ്റ്റ് ആയിട്ടുള്ള വോക്കപ്പ് എന്ന് പറയുന്ന വാക്കിനെ വെച്ചിട്ടാണ്. വോക്ക് അപ്പ്, അതിൽ നിങ്ങൾക്ക് എന്ത് കാണാൻ പറ്റുന്നില്ല, വാസ് അല്ലെങ്കിൽ ഹാഡ് എന്ന് പറയുന്ന വാക്ക് അതിൽ വരുന്നില്ല. ഐ woke up at 6 o'clock. അത് കഴിഞ്ഞിട്ട് ഞാൻ പറയുന്ന സെന്റൻസ് then I bathed അല്ലെങ്കിൽ then I brushed, ഇതിലൊക്കെ വരുന്നത് ബാത്ത്, ബ്രഷ് എന്നൊക്കെ പറയുന്ന വാക്കുകളൊക്കെ ഈ ഒരു പാറ്റേണിലാണ് വരുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാനൊരു സെന്റൻസ് പറയാണ് ഐ വാസ് ടയേർഡ് അല്ലെങ്കിൽ ഐ ഹാഡ് ബ്രേക്ക്ഫാസ്റ്റ്. അപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും ആ സെന്റൻസിൽ പാസ്റ്റിന് എക്സ്പ്രസ് ചെയ്ത വാക്കുകൾ വാസും അതുപോലെ ഹാഡ് എന്ന് പറയുന്ന വാക്കുകളാണ്. ഐ വാസ് ടയേർഡ്, ഐ ഹാഡ് ബ്രേക്ക്ഫാസ്റ്റ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ ഏത് സെന്റൻസ് സിമ്പിൾ ഫോമിൽ പാസ്റ്റിൽ ഇംഗ്ലീഷിൽ എഴുതി കഴിഞ്ഞാലും നിങ്ങൾ അവിടെ നോക്കേണ്ട ഇത്രയേ ഉള്ളൂ, ആ സെന്റൻസിൽ വാസ് ഉണ്ടോ അല്ലെങ്കിൽ ഹാഡ് ഉണ്ടോ, അതോ വാസും ഹാഡും ഇല്ലാത്ത സെന്റൻസ് ആണോ എന്നുള്ളതാണ് നോക്കേണ്ടത്. സോ ഇതാണ് ശരിക്കും ഇവിടുത്തെ ഒരു സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത്. സ്റ്റെപ്പ് 1 ആയിട്ട് നിങ്ങൾ നോട്ട് ചെയ്യുക, നിങ്ങൾ എഴുതുന്ന സെന്റൻസിൽ വാസോ ഹാഡോ വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ വാസും ഹാഡും വന്നിട്ടില്ല എന്നുള്ളത് നോക്കുക. ഇതാണ് ഇവിടുത്തെ നമ്പർ 1 സ്റ്റെപ്പ്. അപ്പോൾ വാസും ഹാഡും എന്തിനാണ് ഇതിന് ഇത്ര നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
വാസും ഹാഡും വരുന്ന സെന്റൻസുകൾക്കാണ് നിങ്ങൾ A1 ലെവലിൽ പ്രെറ്റേരിറ്റും മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഒന്നുകൂടെ പറഞ്ഞുതരാം. നിങ്ങൾ ഒരു സെന്റൻസ് അല്ലെങ്കിൽ ഒരു പാരഗ്രാഫോ എന്തോ ആയിക്കോട്ടെ പാസ്റ്റ് ടെൻസിൽ എഴുതുമ്പോൾ അവിടെ ഐദർ വാസ് ഓർ ഹാഡ് വരും, ഇല്ലെങ്കിൽ അതില്ലാതെ ഇത്തരത്തിൽ വോക്കപ്പ്, റാൻ, സ്ലെപ്റ്റ് എന്നൊക്കെ പറയുന്ന വാക്കുകൾ വെച്ചിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ വാസും ഹാഡും ഉള്ള സെന്റൻസ് ആണെങ്കിൽ പ്രെറ്റേരിറ്റും വെച്ചിട്ട് നിങ്ങൾ എഴുതണം. ഇനി വാസും ഹാഡും വരാത്ത സെന്റൻസ്, അതായത് ഐ വോക്കപ്പ്, ഐ സ്ലെപ്റ്റ് അറ്റ്, ഇങ്ങനത്തെ സെന്റൻസ് ഒക്കെ വരുന്ന സമയത്ത് നിങ്ങൾ യൂസ് ചെയ്യേണ്ടതാണ് പെർഫെക്റ്റ് പാർട്ടിസിപ്സ് വൈ. അതായത് വാസും ഹാഡും വരാത്ത സെന്റൻസുകൾക്ക് പെർഫെക്റ്റ് പാർട്ടിസിപ്സ് വൈ യൂസ് ചെയ്യുക, വാസും ഹാഡും വരുന്ന സെന്റൻസുകൾക്ക് പ്രെറ്റേരിറ്റും യൂസ് ചെയ്യുക. അപ്പൊ ഇതാണ് ശരിക്കും A1 ലെവലിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് എന്താണ് ഫെർഗാങ്കൻഹൈറ്റ്, പ്രെറ്റേരിറ്റും പെർഫെക്റ്റ് എന്ന് പഠിക്കാൻ പറ്റുന്ന മെത്തേഡ്. ഓക്കെ, A1 ലെവലിൽ നിങ്ങൾക്ക് ഈ ഒരു പാറ്റേൺ വെച്ചിട്ട് പഠിക്കാം. നിങ്ങൾ ഇംഗ്ലീഷിൽ പറയുന്ന ഒരു സെന്റൻസിൽ വാസും ഹാഡും വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രെറ്റേരിറ്റും യൂസ് ചെയ്യുക, വാസും ഹാഡും വരുന്നില്ലെങ്കിൽ പെർഫെക്റ്റ് പാർട്ടിസിപ്സ് യൂസ് ചെയ്യുക. അപ്പോൾ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഐ വോക്ക് അപ്പ് അറ്റ് 6 o'clock എന്നുള്ള സെന്റൻസ് നിങ്ങൾ ചെക്ക് ചെയ്യുക. ഐ വോക്ക് അപ്പ് അറ്റ് 6 o'clock വാസും ഹാഡും ഇല്ലാത്ത സെന്റൻസ് ആണ്. സോ ഓട്ടോമാറ്റിക്കലി എഴുതേണ്ടത് പെർഫെക്റ്റ് പാർട്ടിസിപ്സ് വൈ വെച്ചിട്ടാണ്. നേരെ മറിച്ച് ഐ വാസ് ടയേർഡ് അല്ലെങ്കിൽ ഐ ഹാഡ് എ കാർ, ഐ ഹാഡ് ആൻ ആക്സിഡന്റ്, ഇതിലൊക്കെ ഹാഡ് എന്നുള്ള വാക്കും വാസ് എന്നുള്ള വാക്കും വരുന്നുണ്ട്. ഓട്ടോമാറ്റിക്കലി അത് നിങ്ങൾ എഴുതേണ്ടത് പ്രെറ്റേരിറ്റ് എന്ന് പറയുന്ന ഫോർമാറ്റ് വെച്ചിട്ടാണ്. സോ A1 ലെവലിൽ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഇത്രയേ ഉള്ളൂ. വാസും ഹാഡും വെച്ചിട്ട് വരുന്ന സെന്റൻസ് ആണെങ്കിൽ പ്രെറ്റേരിറ്റും, ഇനി വാസും ഹാഡും ഇല്ലാത്ത സെന്റൻസ് ആണെങ്കിൽ പെർഫെക്റ്റ് പാർട്ടിസിപ്സ് ആയി വെച്ചിട്ട് എഴുതുക. ഇനി ഇത് വെച്ചിട്ട് എങ്ങനെ എഴുതണം എന്നുള്ളതാണ് നെക്സ്റ്റ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നത്. പാസ്റ്റ് ടെൻസ്, ഫെർഗാങ്കൻഹൈറ്റ്, അതിൽ വരുന്ന 2 മെത്തേഡ്സ് നമ്മൾ പറഞ്ഞു. അതായിരുന്നു പ്രെറ്റേരിറ്റും അതുപോലെ പെർഫെക്റ്റ് പാർട്ടിസിപ്സ് എന്ന് പറയുന്ന മെത്തേഡ്സ്. ഇനി നെക്സ്റ്റ് നമ്മളുടെ മനസ്സിലുള്ള ക്വസ്റ്റ്യൻ ഇതാണ്. ഇപ്പൊ എവിടെയാണ് അത് യൂസ് ചെയ്യേണ്ടതെന്ന് മനസ്സിലായി. പ്രെറ്റേരിറ്റും എവിടെ യൂസ് ചെയ്യണം? വാസും ഹാഡും വരുന്ന സെന്റൻസിലാണ് പ്രെറ്റേരിറ്റും യൂസ് ചെയ്യുന്നത്. ഇനി പെർഫെക്റ്റ് പാർട്ടിസിപ്സ് യൂസ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. വാസും ഹാഡും വരാത്ത ഇംഗ്ലീഷിലെ സെന്റൻസിലാണ് എന്ത് ചെയ്യുക? പെർഫെക്റ്റ് പാർട്ടിസിപ്സ് യൂസ് ചെയ്യുന്നത്. സോ അത് ഒരു ഈസി ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് നിങ്ങൾക്ക് A1. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. എങ്ങനെ നിങ്ങൾക്ക് വാസും ഹാഡും വരുന്ന സെന്റൻസ് എഴുതാം, അല്ലെങ്കിൽ പ്രെറ്റേരിറ്റും സെന്റൻസ് എഴുതാം, എങ്ങനെ നിങ്ങൾക്ക് പെർഫെക്റ്റ് പാർട്ടിസിപ്സ് ആയി സെന്റൻസ് എഴുതാം. സോ ഫസ്റ്റ്ലി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെ പ്രെറ്റേരിറ്റും വെച്ചിട്ട് സെന്റൻസ് എഴുതാം. ഓക്കെ, സോ പ്രെറ്റേരിറ്റും ഇനി എങ്ങനെ നിങ്ങൾക്ക് ഈ പ്രെറ്റേരിറ്റും വെച്ചിട്ട് സെന്റൻസ് എഴുതാന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ഓട്ടോമാറ്റിക്കലി ഞാൻ നിങ്ങൾക്ക് ഒരു ഐഡിയ പറഞ്ഞു തന്നു. പ്രെറ്റേരിറ്റ് എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് വാസ് അല്ലെങ്കിൽ ഹാഡ് എന്ന് പറയുന്ന വാക്കുകൾ സിമ്പിൾ ഫോമിൽ വരും. സോ അത്തരത്തിലുള്ള സെന്റൻസിൽ എന്ത് ചെയ്യുക? പ്രെറ്റേരിറ്റും A1 ലെവലിൽ അപ്ലൈ ചെയ്ത് തുടങ്ങാം. അപ്പോൾ ഈ വാസ് ഹാഡ് വരുന്ന സെന്റൻസിലാണ് പ്രെറ്റേരിറ്റും യൂസ് ചെയ്യുക. ഇതിന്റെ എന്താ അറിയണം? കോൺജുഗേഷൻ അറിഞ്ഞെങ്കിലേ നിങ്ങൾക്ക്, അല്ലെങ്കിൽ എന്താണ് ജർമ്മനിൽ വാസിന് പറയാ, എന്താണ് ജർമ്മനിൽ ഹാഡിന് പറയാ, ഇതിന്റെ കോൺജുഗേഷൻ എന്ത്, ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ ഈസി ആയിട്ട് പ്രെറ്റേരിറ്റത്തിൽ നിങ്ങൾക്ക് സെന്റൻസ് എഴുതാൻ പറ്റും. വേറെ ഒന്നും നിങ്ങൾ ചെയ്യേണ്ട. സോ ഇംഗ്ലീഷിനെ അല്ലെങ്കിൽ വേറെ ഭാഷയ്ക്ക് വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ജർമ്മൻ്റെ ഒരു ഈസി ആയിട്ടുള്ള കാര്യം ഇതാണ്. നിങ്ങൾക്ക് പ്രെറ്റേരിറ്റും അല്ലെങ്കിൽ A1 ലെവലിൽ ബേസിക് ആയിട്ട് പ്രെറ്റേരിറ്റ് എന്ന് പറയുന്ന ഫോർമാറ്റ് പഠിക്കണമെങ്കിൽ വാസിന്റെയും ഹാഡിന്റെയും കോൺജുഗേഷൻ മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. അപ്പൊ ഇതിനെന്ത്, വാസ് എന്നുള്ളതിന് എന്താണ് ജർമ്മനിൽ പറയാ, അതിന്റെ കോൺജുഗേഷൻ എന്ത്, ഹാഡ് എന്നുള്ളതിന് എന്താണ് ജർമ്മനിൽ പറയാ, അതിന്റെ കോൺജുഗേഷൻ എന്ത്, ഇത്ര കാര്യം പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജർമ്മൻ ലാംഗ്വേജിൽ വാസും ഹാഡും വെച്ചിട്ട് എത്ര സെന്റൻസ് വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ നിങ്ങൾ ബേസിക് ആയിട്ടൊരു ഐഡിയ മനസ്സിലാക്കുക. ഈ വാസ് എന്ന് പറയുന്നത് നമ്മളുടെ പ്രസന്റ് ടെൻസിലെ സൈൻ എന്നതിന്റെ പാസ്റ്റ് ആണ്. ഫോർ എക്സാമ്പിൾ സൈൻ എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് കോൺജുഗേഷൻ അറിയാം, ബിൻ, ബിസ്റ്റ്, അതായത് ഈസ്, ആം, ആർ. ഇതിന്റെ പാസ്റ്റ് ആണ് ശരിക്കും എന്ത്? വാസ്, വേർ എന്നൊക്കെ പറയുന്ന വാക്കുകൾ. സിമിലർലി ഹാഡ് എന്ന് പറയുന്ന വാക്ക് നമ്മളുടെ ഹാബൻ എന്ന് പറയുന്ന വെർബിന്റെ പാസ്റ്റ് ആണ്. ഹാബൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാവ്, ഹാവിന്റെ പാസ്റ്റ് ആണ് എന്ത്? ഹാഡ് എന്ന് പറയുന്നത്. സോ സൈൻ്റെ പാസ്റ്റ് ആണ് ശരിക്കും വാസ്, അതായത് ഈസ്, ആം, ആർ എന്ന് പറയുന്ന ആ ഒരു വേർബ്സിന്റെ പാസ്റ്റ് ആണ് ശരിക്കും വാസും, ഹാവിന്റെ പാസ്റ്റ് ആണ് ഹാഡ്. ഈ ഒരു ചെറിയൊരു ഐഡിയ നിങ്ങൾ മനസ്സിലാക്കുക. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് വാസിന്റെ കോൺജുഗേഷൻ വരുന്നത്, അല്ലെങ്കിൽ വാസ് എന്നുള്ളതിന് ജർമ്മനിൽ എന്ത് പറയും, അതുപോലെ ഹാഡിന്റെ കോൺജുഗേഷൻ. ഇത് രണ്ടുമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ നിങ്ങൾ നോട്ട്ബുക്ക് എടുത്തിട്ട് എഴുതി വെക്കുക. വാസ് എന്നതിന്റെ ജർമ്മൻ ആണ് വാരൻ, ഹാഡിന്റെ ജർമ്മൻ ആണ് ഹാട്ടൻ. ഇതിന്റെ രണ്ടിന്റെയും കോൺജുഗേഷൻ ആണ് നമ്മൾ എഴുതാൻ പോകുന്നത്. അതായത് ഇഷ് എന്നുള്ള സബ്ജക്റ്റിന്റെ കൂടെ എങ്ങനെ വാരൻ, എങ്ങനെ ഹാട്ടൻ വരും, ദു എന്നുള്ള സബ്ജക്റ്റിന്റെ കൂടെ എങ്ങനെ വരും,
എർസിയസിൻ്റെ കൂടെ എങ്ങനെ വരും? അതുപോലെ വിയറിൻ്റെ കൂടെ എങ്ങനെ വരും? ഇയറിൻ്റെ കൂടെ എങ്ങനെ വരും? ലാസ്റ്റ് വരുന്ന സി ഓർഡർ സി ഇതിൻ്റെ കൂടെ എങ്ങനെ വരും? സോ ഇത്രയും കോൺജുഗേഷൻസ് ആണ് നമുക്ക് നോക്കാനുള്ളത്. അപ്പോൾ ഇത്രയും നിങ്ങൾ പഠിക്കേണ്ടുള്ളൂ ശരിക്കും പ്രിട്ടേറിറ്റും പഠിക്കുന്ന സമയത്ത്. വാസിൻ്റെ കോൺജുഗേഷൻ, ഹാഡിൻ്റെ കോൺജുഗേഷൻ. സോ ഇഷിൻ്റെ കൂടെ വാസിൻ്റെ കോൺജുഗേഷൻ വരുന്നത് ഇഷ് വാർ, അതായത് ഐ വാസ്. ഇഷ് വാർ, ഐ വാസ് എന്നുള്ള അർത്ഥം. അപ്പോൾ ഐ വാസ് ടയേർഡ് എന്ന് പറയുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇഷ് വാർ മ്യൂഡ്, ടയേർഡ് എന്നുള്ളതിൻ്റെ മ്യൂഡ്. സോ ഇഷ് വാർ മ്യൂഡ്. അപ്പോൾ ഇവിടെ നിങ്ങൾ എന്താ പറയുക, പുറത്തുനിന്നുള്ള ഒരു ഐഡിയോ അല്ലെങ്കിൽ എക്സ്ട്രാ നോളജ് ഒന്നും നിങ്ങൾ ഗെയിൻ ചെയ്യേണ്ട ആവശ്യമല്ല. പ്രിട്ടേറിറ്റ് എന്ന് പറയുന്ന സമയത്ത് വാസും ഹാഡും വെച്ചിട്ട് എഴുതുന്ന സെൻറ്റൻസ് ആണ്. എന്താണ് ജർമ്മനിൽ വാസിന് പറയാ, ഹാഡിന് പറയാ, അതിൻ്റെ കോൺജുഗേഷൻ എന്ത്, ഇത്ര മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. നിങ്ങൾക്ക് വാസും ഹാഡും വെച്ചിട്ട് എത്ര സെൻറ്റൻസും ജർമ്മനിൽ ക്രിയേറ്റ് ചെയ്യാം. സോ അതിൻ്റെ ഒരു എക്സാമ്പിൾ ആണ് ഞാൻ പറഞ്ഞത്. ഐ വാസ് ടയേർഡ് എന്നുള്ളതിന് നിങ്ങൾ ഈസി ആയിട്ട് നിങ്ങൾ പറയുന്നത് എത്ര ആയിരിക്കും? ഇഷ് വാർ മ്യൂഡ്. ഓക്കെ, ഇനി ഡൂവിൻ്റെ കൂടെ വരുന്ന കോൺജുഗേഷൻ ഡു വാർസ്റ്റ്. എസ് ടി എൻഡിങ് നമ്മൾ ചേർത്തു, ഡു വാർസ്റ്റ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇഷിൻ്റെയും എർസിയസിൻ്റെയും കോൺജുഗേഷൻ എപ്പോഴും സിമിലർ ആയിരിക്കും. അതായത് എർസിയസിൻ്റെ കൂടെയും കോൺജുഗേഷൻ വരുന്നത് വാർ. എർ വാർ ഹി വാസ്, സി വാർ ഷി വാസ്, എസ് വാർ ഇറ്റ് വാസ്. സോ ഇഷ് വാർ ഐ വാസ്, ഡു വാർസ്റ്റ് യു വേർ, എർ വാർ ഹി വാസ്, സി വാർ ഷി വാസ്, എസ് വാർ ഇറ്റ് വാസ്. ഇനി വിയറിൻ്റെ കൂടെ വരുന്നത് വാരൻ. വിയർ വാരൻ, വി വേർ എന്നുള്ള അർത്ഥം. ഇയറിൻ്റെ കൂടെ വാർട്ട്. ഓക്കെ, യു ഗൈസ് വേർ. ഇനി ലാസ്റ്റ് വരുന്ന രണ്ട് സിയുടെ കൂടെയും വരുന്നത് വാരൻ. അർത്ഥം വരുന്നത് യു വേർ ദേ വേർ എന്നുള്ള അർത്ഥം. അപ്പോൾ ഈ ഒരു വാസിൻ്റെ കോൺജുഗേഷൻ പഠിക്കുക എന്നുള്ളത് മാത്രമേ നിങ്ങൾ ചെയ്യേണ്ടതുള്ളൂ. അവിടെ നിങ്ങൾക്ക് ഈസിയാണ്. ജസ്റ്റ് നിങ്ങൾ ബൈ ഹേർട്ട് ചെയ്യേണ്ടത് ശരിക്കും ഇഷിൻ്റെയും എർസിയസിൻ്റെയും കോൺജുഗേഷൻ മാത്രമാണ്. സോ ഇഷ് വാർ, ഡു വാർസ്റ്റ്, എർസിയസ് വാർ, വിയർ വാരൻ, ഇയർ വാട്ട്, സി ഓർഡർ സി വാരൻ. ഇനി സിമിലർലി നമുക്ക് ഹാഡിൻ്റെ നോക്കണം. എങ്ങനെ ഹാഡിൻ്റെ കോൺജുഗേഷൻ വരും? ഇഷിൻ്റെ കൂടെ വരുന്നത് ഇഷ് ഹാറ്റെ, ഇഷ് ഹാറ്റെ. സോ ഇഷ് ഹാറ്റെ ആണ് ഐ ഹാഡ് എന്നുള്ളതിന് ജർമ്മനിൽ പറയാം. സോ ബൈ സ്പീൽ ഒരു എക്സാമ്പിൾ പറഞ്ഞു തരികയാണെങ്കിൽ ഐ ഹാഡ് എ കാർ. സോ നിങ്ങൾ ചെയ്യേണ്ട എത്രയേ ഉള്ളൂ, ഐ എന്നുള്ള സബ്ജക്റ്റ് പറയാം, ഹാഡ് എന്നുള്ള കോൺജുഗേഷൻ പറയാം, കാർ പറയാം. ഇഷ് ഹാറ്റെ ഐൻ ഔട്ടോ, ഇഷ് ഹാറ്റെ ഐൻ ഔട്ടോ. ഓക്കെ, ഐ ഹാഡ് എ കാർ. ഇനി ഡൂവിൻ്റെ കൂടെ വരുന്ന കോൺജുഗേഷൻ ആണ് ഹാറ്റസ്റ്റ്. ഡു ഹാറ്റസ്റ്റ്, യു ഹാഡ് എന്നുള്ള അർത്ഥം, യു ഹാഡ്. എർസിയസിൻ്റെ കൂടെ വരുന്ന സമയത്ത് സിമിലർലി ഇഷിൻ്റെ സെയിം കോൺജുഗേഷൻ ആണ് വരിക, ഹാറ്റെ. ഓക്കെ, ഹാറ്റെ, എർ ഹാറ്റെ, സി ഹാറ്റെ, എസ് ഹാറ്റെ. അതായത് ഹി ഹാഡ്, ഷീ ഹാഡ്, ഇറ്റ് ഹാഡ് എന്നുള്ള അർത്ഥം. വിയറിൻ്റെ കൂടെ വരുന്ന സമയത്ത് ഹാട്ടൻ, വിയർ ഹാട്ടൻ. അർത്ഥം വരുന്നത് വി ഹാഡ്. ഇയറിൻ്റെ കൂടെ വരുന്ന സമയത്ത് ഹാറ്ററ്റ്. ഓക്കെ, അർത്ഥം വരുന്നത് യു ഗൈസ് ഹാഡ്. ഇനി ലാസ്റ്റ് വരുന്ന രണ്ട് സിയുടെ കൂടെയും വരുന്നത് ഹാട്ടൻ. അർത്ഥം വരുന്നത് യു ഹാഡ് അല്ലെങ്കിൽ ദേ ഹാഡ് എന്ന് പറയുന്ന അർത്ഥം. അപ്പോൾ പ്രിട്ടേറിറ്റ് എന്ന് പറയുന്ന ഫോർമാറ്റ് പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ശരിക്കും ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ, വാസിൻ്റെ കോൺജുഗേഷൻ പഠിക്കുക, ഹാഡിൻ്റെ കോൺജുഗേഷൻ പഠിക്കുക. കാരണം എന്താ, പ്രിട്ടേറിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു പാസ്റ്റ് ടെൻസിൽ വാസും ഹാഡും വരുന്ന സെൻറ്റൻസ് ആണ് നിങ്ങൾ എന്ത് ചെയ്യുക, പ്രിട്ടേറിറ്റും ഫോർമാറ്റിൽ എഴുതുക. സോ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ, വാസിൻ്റെ കോൺജുഗേഷൻ പഠിക്കുക, ഹാഡിൻ്റെ കോൺജുഗേഷൻ പഠിക്കുക. നമ്മളുടെ സിമിലർ റൂൾ പോലെ സെക്കൻഡ് ക്വസ്റ്റനിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. സോ ഈ ഒരു പാറ്റേണിലാണ് നിങ്ങൾ എന്ത് ചെയ്യുക, ജർമ്മൻ ലാംഗ്വേജിൽ വാസും ഹാഡും അല്ലെങ്കിൽ പ്രിട്ടേറിറ്റും ഫോർമാറ്റ് വെച്ചിട്ട് സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യുക. ഇനി ഇത് വെച്ചിട്ടുള്ള ഒരു എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. ഇപ്പോൾ വാസ് വെച്ചിട്ട് അല്ലെങ്കിൽ ഹാഡ് വെച്ചിട്ട് ഇപ്പം ഞാൻ ജസ്റ്റ് പറഞ്ഞു പോയിട്ടുണ്ട്, പക്ഷെ നിങ്ങൾക്ക് ഇതൊന്ന് എഴുതി എക്സ്പ്രസ് ചെയ്ത് തരാം. ഫോർ എക്സാമ്പിൾ ഐ വാസ് എന്നുള്ളത് വെച്ചിട്ട് നിങ്ങൾക്ക് എങ്ങനെ സെൻറ്റൻസ് എഴുതാം. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു ഐ വാസ് ടയേർഡ്. അതിൻ്റെ ഒരു എക്സാമ്പിൾ ആയിരുന്നു ഇഷ് വാർ മ്യൂഡ്, ഇഷ് വാർ മ്യൂഡ്, ഇഷ് വാർ മ്യൂഡ്. അർത്ഥം വരുന്നത് ഐ വാസ് ടയേർഡ്, ഇഷ് വാർ
മ്യൂഡ്. ഓക്കെ, ഇഷ്വാർ മ്യൂഡ്. ഇനി ദൂവിൻ്റെ കൂടെ ഞാൻ ഹാഡ് വെച്ചിട്ടുള്ള ഒരു എക്സാമ്പിൾ എഴുതാം. ഇപ്പോൾ യു ഹാഡ് എ കാർ എന്നുള്ള സെൻറ്റൻസ് നിങ്ങൾ ചെയ്യേണ്ടത് എത്രയേ ഉള്ളൂ? ദു ഹാറ്റസ്റ്റ് ein Auto. Du hattest ein Auto. You had a car. ഇനി എർസിയസിന്റെ കൂടെ വാസ് വെച്ചിട്ട് ഒരു കാര്യം പറഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഹി വാസ് സ്റ്റുഡൻറ്. അവൻ എന്തായിരുന്നു? ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നു. സോ ഹി വാസ്. Er war student. Er war student. He was student. വിയറിൻ്റെ കൂടെ ഹാട്ടൻ വെച്ചിട്ട്, ഇപ്പോൾ വി ഹാഡ് എ ഹൗസ്, ഞങ്ങൾക്ക് ഒരു വീട് ഉണ്ടായിരുന്നു. ഓക്കെ, വിയർ ഹാട്ടൻ ein house. വിയർ ഹാട്ടൻ ein house. വി ഹാഡ് എ ഹൗസ്. ഇനി ഇയർ വെച്ചിട്ട്, ഇപ്പോൾ യു ഗൈസ് വെർ നേഴ്സ്. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ നേഴ്സസ് ആയിരുന്നു, അല്ലെങ്കിൽ നിങ്ങൾ ടീച്ചേഴ്സ് ആയിരുന്നു, നിങ്ങൾ സ്റ്റുഡൻസ് ആയിരുന്നു, നിങ്ങൾ ഫ്രണ്ട്സ് ആയിരുന്നു. ഈ സെൻറ്റൻസ് ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇയർ വെച്ചിട്ട് എക്സ്പ്രസ് ചെയ്യാം. ഇനി ഹാട്ടൻ വെച്ചിട്ടാണ് നിങ്ങൾ, ഇപ്പോൾ യു ഗൈസ് ഹാഡ് എ മീറ്റിംഗ്, നിങ്ങൾക്കൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇയർ ഹാറ്ററ്റ് einen Termin. ഓക്കെ, മീറ്റിംഗ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു അപ്പോയിൻമെന്റ് ഉണ്ടായിരുന്നു. ഇയർ ഹാറ്ററ്റ് einen Termin. ഇനി ലാസ്റ്റ് വരുന്ന രണ്ട് സി വെച്ചിട്ട് നിങ്ങൾ എക്സ്പ്രസ് ചെയ്യുന്ന സമയത്ത്, താങ്കൾ അല്ലെങ്കിൽ ദേ എന്ന് പറയുന്ന ഇത് എക്സ്പ്രസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഏതാണോ സിറ്റുവേഷൻ യൂസ് ചെയ്യുന്നത് അതിനനുസരിച്ച് യൂസ് ചെയ്യുക. സോ ഈ ഒരു പാറ്റേണിലാണ് നിങ്ങൾ എന്ത് ചെയ്യുക? വാസും ഹാഡും വെച്ചിട്ട് അല്ലെങ്കിൽ പ്രെറ്റേരിറ്റും ഫോമിൽ സെന്റൻസ് എഴുതുന്നത്. സോ ഇവിടെ അഡീഷണലി നിങ്ങൾ ഒന്നും പഠിക്കാനില്ല. കാരണം എന്താ? നമ്മൾ എങ്ങനെയാണോ പ്രസന്റിൽ സെന്റൻസ് എഴുതുന്നത് സെയിം ഒരു ഫോർമാറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. സബ്ജക്റ്റ്, വെർബ്, പിന്നെ ബാക്കിയുള്ളത് എന്നുള്ള സെയിം ഫോർമാറ്റിലാണ്. പക്ഷേ ഇവിടെ നിങ്ങൾ പഠിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ, വാസിൻ്റെയും ഹാഡിൻ്റെയും കോൺജുഗേഷൻ. സോ എങ്ങനെ വാസ് ജർമ്മനിൽ പറയാം, എങ്ങനെ ഹാഡ് പറയാം, അതിൻ്റെ കോൺജുഗേഷൻസ് എന്ത്, ഇത്ര മാത്രമേ നിങ്ങൾ പ്രെറ്റേരിറ്റത്തിൽ പഠിക്കേണ്ടതുള്ളൂ. അപ്പോൾ പ്രെറ്റേരിറ്റ് എന്ന് പറയുന്ന ടോപ്പിക് ഇത്രയേ ഉള്ളൂ. വാസിൻ്റെയും ഹാഡിൻ്റെയും കോൺജുഗേഷൻ അറിയാമെങ്കിൽ A1 ലെവലിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് പ്രെറ്റേരിറ്റും കവർ ചെയ്യാൻ പറ്റും. സോ പ്രെറ്റേരിറ്റും A1 ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാസും ഹാഡും വരുന്ന സെൻറ്റൻസ് പാസ്റ്റിൽ എഴുതുക. ഇതാണ് പ്രെറ്റേരിറ്റ് എന്ന് പറയുന്നത്. സോ ഈ ഒരു സിമ്പിൾ ടോപ്പിക്ക് നിങ്ങൾ പഠിക്കാൻ ഇത്ര മാത്രം ചെയ്താൽ മതി. വാസിൻ്റെയും ഹാഡിൻ്റെയും കോൺജുഗേഷൻ പ്രോപ്പർലി നിങ്ങൾ പഠിച്ചു വെക്കുക. ഇവിടെ നിങ്ങൾ യൂസ് ചെയ്യുന്ന ടെക്നിക്ക് ഇതാണ്. ഇഷ് അതുപോലെ എർസിയസ് എന്ന് പറയുന്ന സബ്ജക്റ്റിന്റെ കോൺജുഗേഷൻ എപ്പോഴും സെയിം ആയിരിക്കും. ബാക്കിയുള്ള നമുക്ക് എന്ത് ചെയ്യാം? നമ്മളുടെ സാധാ പാറ്റേണിൽ നിങ്ങൾക്ക് റിമെമ്പർ ചെയ്തെടുക്കാൻ പറ്റും. പ്രെറ്റേരിറ്റ് എന്ന് പറയുന്ന ടോപ്പിക്ക് നമ്മൾ ഈസി ആയിട്ട് പഠിച്ചു. നിങ്ങൾ ചെയ്യേണ്ട എത്ര മാത്രമേ ഉള്ളായിരുന്നു? വാസിൻ്റെയും ഹാഡിൻ്റെയും കോൺജുഗേഷൻ പഠിക്കുക എന്നുള്ളത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് പെർഫെക്റ്റ് പാർട്ടിസിപ്സ് ആയി. കാരണം നമ്മൾ ഈ ഒരു എപ്പിസോഡിന്റെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞു പാസ്റ്റ് ടെൻസ് അല്ലെങ്കിൽ ഫെർഗാങ്കൻ ഹൈറ്റ് എന്ന് പറയുന്നത് രണ്ട് പാറ്റേണിൽ അല്ലെങ്കിൽ മെത്തേഡിൽ നിങ്ങൾക്ക് എഴുതാം. ഒന്നായിരുന്നു നമ്മളുടെ പ്രെറ്റേരിറ്റും, സെക്കൻഡ് ആയിരുന്നു പെർഫെക്റ്റ് പാർട്ടിസിപ്സ് ആയി. അതിൽ നമ്മൾ കംപ്ലീറ്റ്ലി പ്രെറ്റേരിറ്റും വെച്ചിട്ട് എങ്ങനെ സെന്റൻസ് എഴുതാമെന്ന് പഠിച്ചു. ഇനി നമുക്ക് നോക്കാനുള്ളതാണ് പെർഫെക്റ്റ് പാർട്ടിസിപ്സ് ആയി എന്താണ്, അല്ലെങ്കിൽ ഇത് വെച്ചിട്ട് എങ്ങനെ നിങ്ങൾക്ക് സെന്റൻസ് എഴുതാം. പെർഫെക്റ്റ് പാർട്ടിസിപ്സ്. ഓക്കെ, പെർഫെക്റ്റ് പാർട്ടിസിപ്സ് എന്ന് പറയുന്ന മെത്തേഡ് എവിടെയാണ് യൂസ് ചെയ്യേണ്ടത് നിങ്ങൾ ഓൾറെഡി പഠിച്ചു. അതായത് വാസും ഹാഡും വരാത്ത സെന്റൻസിലാണ് നമ്മൾ പെർഫെക്റ്റ് പാർട്ടിസിപ്സ് യൂസ് ചെയ്യുക. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇത്രയേ ഉള്ളൂ. ഇപ്പം നിങ്ങൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു 20 സെന്റൻസ് പാസ്റ്റിൽ എഴുതുകയാണെങ്കിൽ അതിൽ മെജോറിറ്റി അല്ലെങ്കിൽ അറൌണ്ട് 70% സെന്റൻസും വരുന്നത് ഈ ഒരു പെർഫെക്റ്റ് പാർട്ടിസിപ്സ് മെത്തേഡിലാവും. കാരണം എന്താ? നിങ്ങളൊരു 20 സെന്റൻസ് പറയുന്നുണ്ടെങ്കിൽ അതിൽ വാസും ഹാഡും വരുന്ന സെന്റൻസ് അത്രയും കുറവായിരിക്കും. ഒരു 4-5 സെന്റൻസ് മാത്രമേ ആ ഒരു പാറ്റേണിൽ വരുള്ളൂ നമ്മൾ ഡെയിലി കമ്മ്യൂണിക്കേഷനിലൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ഈ ഒരു ടോപ്പിക്കിന്റെ ഇമ്പോർട്ടൻസും അതാണ്. നിങ്ങൾ ഏതൊരു സെന്റൻസ് പാസ്റ്റ് ടെൻസിൽ പറയാൻ പോകുമ്പോഴും അവിടെ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാനാണ് സാധ്യത കൂടുതൽ. വാസും ഹാഡും വരുന്ന സെന്റൻസിൽ മാത്രമാണ് A1 നിങ്ങൾ എന്ത് ചെയ്യുക? പ്രെറ്റേരിറ്റും ഫോർമാറ്റ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെ നിങ്ങൾക്ക് പെർഫെക്റ്റ് പാർട്ടിസിപ്സ് അതിൽ സെന്റൻസ് എഴുതാം? അപ്പോൾ ഈ ഒരു ടോപ്പിക്ക് പഠിക്കുമ്പോൾ ഫസ്റ്റ് മനസ്സിലാക്കേണ്ടത് വാസും ഹാഡും വരാത്ത അല്ലെങ്കിൽ നമ്മളുടെ വേക്കപ്പ്, വോക്കപ്പ്, ഗോ, വെന്റ്, ഈറ്റ്, എയ്റ്റ്, ബാത്ത് ഈ ഒരു പാറ്റേൺ ഒക്കെയാണ് നമുക്ക് എന്ത് ചെയ്യുക? പെർഫെക്റ്റ് പാർട്ടിസിപ്സ് ആയി വെച്ചിട്ട് എഴുതാൻ പറ്റുന്നത്. അപ്പോൾ അത് എഴുതാൻ നിങ്ങൾക്ക് അറിയേണ്ട റൂൾ എന്താ? നിങ്ങൾ മെയിൻലി മനസ്സിലാക്കേണ്ട 2
ഹെൽപ്പിംഗ് വെർബ് വരണം. സെക്കൻഡ് പൊസിഷനിൽ ഹെൽപ്പിംഗ് വെർബ് വരണം. അപ്പോൾ ഈ ഒരു നോട്ട് നിങ്ങളിപ്പോൾ എഴുതിയ സമയത്ത്, അതായത് പാർട്ടിസിപ്സ് ആയി പെർഫെക്റ്റ് പാർട്ടിസിപ്സ് ആയി നിങ്ങളൊരു സെന്റൻസ് എഴുതുന്ന സമയത്ത് സെക്കൻഡ് പൊസിഷനിൽ ഹെൽപ്പിംഗ് വെർബ് വരണം എന്ന് പറയുന്ന സമയത്ത് എന്താണ് ഹെൽപ്പിംഗ് വെർബ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ നിങ്ങളുടെ മനസ്സിൽ വരും. സോ ഓട്ടോമാറ്റിക്കലി നോട്ട് ചെയ്ത് വെക്കുക. നമ്മൾ പഠിച്ച ഹാബൻ അല്ലെങ്കിൽ സൈൻ, ഈ വെർബുകളാണ് ഹെൽപ്പിംഗ് വെർബ് എന്ന് പറയുന്നത്. അപ്പോൾ ഓൾറെഡി നിങ്ങൾക്ക് ഇതിന്റെ കോൺജുഗേഷൻസ് കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ടാവും. ഹാബൻ, ഇഷ് ഹാബ്, ദു ഹാസ്റ്റ്, എർസിയസ് ഹാർട്ട്, ആ ഒരു കോൺജുഗേഷൻ. സൈനിന്റെ കോൺജുഗേഷൻ ആണെങ്കിൽ ഇഷ് ബിൻ, ദു ബെസ്റ്റ്, എർസിയസ് ഇസ്റ്റ്. അപ്പൊ ഹാബന്റെയും സൈന്റെയും കോൺജുഗേഷൻ അറിയാന്നുള്ളതാണ് ഇവിടുത്തെ നിങ്ങൾക്ക് ഫസ്റ്റ് മനസ്സിലാക്കേണ്ട അല്ലെങ്കിൽ ഒരു പ്രീവിയസ് നോളജ് വേണ്ടത്. ഇനി ഇതാണ് ഒന്നെങ്കിൽ ഹാബന്റെ കോൺജുഗേഷൻ അല്ലെങ്കിൽ സൈൻ്റെ കോൺജുഗേഷൻ. ഇതാണ് സെക്കൻഡ് പൊസിഷനിൽ വരേണ്ടത്. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. സോ നിങ്ങൾ ഐ വോക്കപ്പ് അറ്റ് 6 o'clock എന്നൊക്കെ പറയുന്ന ഒരു സെന്റൻസ് എഴുതാൻ പോകുമ്പോൾ ഐ എന്നുള്ള സബ്ജക്റ്റിന്റെ ശേഷം ഒന്നെങ്കിൽ ഹാബന്റെ കോൺജുഗേഷനോ അല്ലെങ്കിൽ സൈൻ്റെ കോൺജുഗേഷനോ ആണ് വരേണ്ടത്. ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. കാരണം ഐ വോക്കപ്പ് അറ്റ് 6 o'clock എന്ന് പറയുന്ന സെന്റൻസിൽ വാസും ഹാഡും ഇല്ല. വാസും ഹാഡും ഇല്ലാത്തപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം അത് ഏതാണ്, പെർഫെക്റ്റ് പാർട്ടിസിപ്സ് ആയി വെച്ചിട്ട് എഴുതണം. പെർഫെക്റ്റ് പാർട്ടിസിപ്സ് ആയി എഴുതണമെങ്കിൽ ഫസ്റ്റ് റൂൾ എന്താണ്, സെക്കൻഡ് പൊസിഷനിൽ ഹെൽപ്പിംഗ് വെർബ് വരണം. സോ ഹെൽപ്പിംഗ് വെർബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാബൻ അല്ലെങ്കിൽ സൈൻ. സോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഐ വോക്കപ്പ് അറ്റ് 6 o'clock നിങ്ങൾ ജർമ്മനിൽ എഴുതുമ്പോൾ ഐ എന്നുള്ള ഇഷ് എഴുതി കഴിഞ്ഞ് സെക്കൻഡ് പൊസിഷനിൽ വോക്കപ്പ് അല്ല എഴുതേണ്ടത്. നിങ്ങൾ എഴുതേണ്ടത് ഒന്നെങ്കിൽ ഹാബന്റെ കോൺജുഗേഷനോ അല്ലെങ്കിൽ സൈനിന്റെ കോൺജുഗേഷൻ ആയിരിക്കും വരുന്നത്. അത് ഏതാന്നുള്ളത് നമുക്ക് നോക്കാം. ഇനി ഇവിടുത്തെ സെക്കൻഡ് സ്റ്റെപ്പായിട്ട് നിങ്ങൾ മനസ്സിലാക്കാം, ലാസ്റ്റ് പൊസിഷനിൽ, അതായത് ഒരു സെന്റൻസ് എഴുതുമ്പോൾ അതിൻ്റെ ഏറ്റവും അവസാനം ലാസ്റ്റ് പൊസിഷനിൽ വരേണ്ടത് വെർബിന്റെ പാർട്ടിസിപ്സ് ആയി ഫോം. ഓക്കെ, വെർബിന്റെ പാർട്ടിസിപ്സ് ആയി ഫോം ആണ് ലാസ്റ്റ് പൊസിഷനിൽ വരേണ്ടത്. പാർട്ടിസിപ്സ് ആയി ഓഫ് ദ വെർബ്. അതായത് എന്താ ഈ പാർട്ടിസിപ്സ് ആയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾക്ക് എക്സാമ്പിൾ ആയിട്ടൊന്ന് പറഞ്ഞു തരാം. ഇപ്പൊ ഗേഹൻ എന്ന് പറയുന്ന വെർബ് ടു ഗോ, ഇതിന്റെ പാർട്ടിസിപ്സ് ആയി ഫോം ആണ് ഗെഗാങ്കൻ. ഓക്കെ, വേറെ ഒന്ന് പറഞ്ഞു തരാണെങ്കിൽ, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ വോക്കപ്പ്, വേക്കപ്പ്, ഔഫ്വാക്കൻ എന്നാണ് നമ്മളുടെ വേക്കപ്പ് എന്നതിൻ്റെ ജർമ്മൻ. ഒരു ത്രൻബാറെ വെർബാണ്, സെപ്പറബിൾ വെർബ്. സോ ഇതിൻ്റെ പാസ്റ്റ് വരുന്നത് ഔഫ് ഗെവാക്ട് എന്നാണ് വരുന്നത്. സോ ഇതാണ് പാർട്ടിസിപ്സ് ആയി ഫോം എന്ന് പറയുന്നത്. അതായത് ഗേഹൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു ഗോ, ഗെഗാങ്കൻ എന്ന് പറയുമ്പോൾ പോയി, അതായത് ഓൾറെഡി കഴിഞ്ഞ പാസ്റ്റ് കാണിക്കുന്ന വാക്കുകളാണ്. സോ ഇതാണ് പാർട്ടിസിപ്സ് ആയി ഫോം. അപ്പൊ ഇത്തരത്തിലുള്ള വാക്കുകൾ എന്ത് ചെയ്യണം, ആ ഒരു സെന്റൻസിന്റെ ലാസ്റ്റ് പൊസിഷനിൽ വരണം. ഇതാണ് രണ്ട് റൂളുകൾ. അപ്പൊ നിങ്ങളൊരു സെന്റൻസ് എഴുതാൻ പോകുന്ന സമയത്ത് ആദ്യം ചെക്ക് ചെയ്യേണ്ടത് ആ സെന്റൻസിൽ വാസോ ഹാഡോ വന്നിട്ടുണ്ടോ. സെക്കൻഡ് ചെക്ക് ചെയ്യേണ്ടത് വാസോ ഹാഡോ വന്നിട്ടുണ്ടെങ്കിൽ പ്രട്ടേരിട്ടും വെച്ചിട്ട് എഴുതുക, വാസും ഹാഡും വന്നിട്ടില്ലെങ്കിൽ പെർഫെക്റ്റ് പാർട്ടിസിപ്സ് ആയി വെച്ചിട്ട് എഴുതുക. ഇനി പെർഫെക്റ്റ് പാർട്ടിസിപ്സ് ആയി വെച്ചിട്ട് എഴുതുമ്പോൾ എന്ത് ചെയ്യണം, രണ്ട് റൂളിനെ കുറിച്ച് ആലോചിക്കാം. ഫസ്റ്റ് റൂൾ എന്ന് പറയുന്നത് സെക്കൻഡ് പൊസിഷനിൽ ഹെൽപ്പിംഗ് വെർബ് വരണം. ആരാ ഹെൽപ്പിംഗ് വെർബ്, ഹാബൻ അല്ലെങ്കിൽ സൈൻ. രണ്ടാമത്തെ റൂൾ എന്ന് പറയുന്നത് ലാസ്റ്റ് പൊസിഷനിൽ എന്ത് ചെയ്യണം, വെർബിന്റെ പാർട്ടിസിപ്സ് ആയി ഫോം. പാർട്ടിസിപ്സ് ആയി ഫോം എന്ന് പറയുമ്പോൾ വേക്കപ്പിന്റെ പാർട്ടിസിപ്സ് ആയി ആണ് ഇംഗ്ലീഷിൽ വോക്കപ്പ്, ഗോണ്ടതാണ് വെന്റ്. ആ ഒരു ഫോം ജസ്റ്റ് ഓർത്ത് വെക്കാൻ ഈസി ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. ഇപ്പൊ ഗേഹന്റേത് ജർമ്മനിൽ ഗെഗാങ്കൻ, ഔഫ് വാക്കിൻ്റെത് ഔഫ് ഗെവാക്ട്. ഈ ഒരു പാറ്റേൺ നിങ്ങൾ മനസ്സിലാക്കുക. ഇനി ഇതൊരു എക്സാമ്പിൾ വെച്ചിട്ട് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. സോ ഈ രണ്ട് റൂൾസ് അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നിങ്ങളൊരു സെന്റൻസ് എഴുതുമ്പോൾ ഈ രണ്ടിനെയും കുറിച്ച് ആലോചിച്ചെങ്കിലേ ഇത് നിങ്ങൾക്ക് പ്രോപ്പർലി എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഫോർ എക്സാമ്പിൾ സെന്റൻസ് എന്ന് പറയുന്നത്, ഞാൻ ഇതിന്റെ സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾക്ക് പറഞ്ഞു തന്നൊരു എക്സാമ്പിൾ ഉണ്ടായിരുന്നു. ഐ വെന്റ് ടു ദ മാർക്കറ്റ്. ഐ വെന്റ് ടു ദ മാർക്കറ്റ്. ഈ ഒരു സെന്റൻസ് എഴുതുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഐ വെന്റ് ടു ദ മാർക്കറ്റ് ഓൾറെഡി കഴിഞ്ഞതാണ്. ഓക്കെ, അതായത് പാസ്റ്റ് ടെൻസ് ആണ്. സോ ഇവിടെ നിങ്ങൾക്ക് ഫസ്റ്റ് ട്രിഗർ ചെയ്ത ഒരു കാര്യമാണ് ഇത് പാസ്റ്റ് ടെൻസ് ആണ് എന്നുള്ളത്, ഓൾറെഡി കഴിഞ്ഞതാണ്. പാസ്റ്റ് ടെൻസ് ആകുമ്പോൾ നമുക്കറിയാം സെക്കൻഡ് ട്രിഗർ വരേണ്ടതാണ് ഒന്നെങ്കിൽ പ്രട്ടേരിട്ടും അല്ലെങ്കിൽ പെർഫെക്റ്റ് പാർട്ടിസിപ്സ് ആയി. ഓക്കെ, ഇനി ഇത് ഏത് മെത്തേഡിൽ എഴുതണം, പെർഫെക്റ്റ് പാർട്ടിസിപ്സ് ആയി. കാരണം എന്താ, ഇവിടെ വാസ് അല്ലെങ്കിൽ ഹാഡ് എന്ന് പറയുന്ന വാക്ക് വന്നിട്ടില്ല. അപ്പൊ പെർഫെക്റ്റ് പാർട്ടിസിപ്സ് ആയി എഴുതണമെങ്കിൽ ഫസ്റ്റ് റൂൾ എന്ന് പറയുന്നത് രണ്ടാമത്തെ പൊസിഷനിൽ ഹാബൻ അല്ലെങ്കിൽ സൈൻ വരണം.
അപ്പോൾ ഇതാണ് നമ്മളുടെ ഫസ്റ്റ് റൂൾ. അപ്പോൾ ഇത് അപ്ലൈ ചെയ്ത് തുടങ്ങാം. ഞാൻ ഫസ്റ്റ് പൊസിഷനിൽ ഐ എന്നുള്ള വാക്ക് എഴുതി ഇഷ്. ഓക്കെ, ഇത് ഞാൻ ഫസ്റ്റ് പൊസിഷനിൽ എഴുതി. ഇനി നമുക്ക് വരേണ്ടത് സെക്കൻഡ് പൊസിഷനാണ്. സോ സെക്കൻഡ് പൊസിഷനിൽ നിങ്ങൾ പോയിട്ട് എന്ത് ചെയ്യരുത്, ഈ വെന്റ് എന്ന് എഴുതരുത്. കാരണം എന്താ, സെക്കൻഡ് പൊസിഷനിൽ വരേണ്ടത് ഹെൽപ്പിംഗ് വെർബ് ഹാബൻ അല്ലെങ്കിൽ സൈൻ ആണ്. ഇവിടെ നിങ്ങൾ യൂസ് ചെയ്യേണ്ടത് സൈനിന്റെ ഹെൽപ്പിംഗ് വെർബാണ് അല്ലെങ്കിൽ കോൺജുഗേഷൻ ആണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെന്റൻസിൽ മൂവ്മെന്റ് ഉണ്ടെങ്കിൽ, അതായത് നമ്മൾ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ നിന്ന് വേറൊരു പോയിന്റിലോട്ട്, കാരണം വെൻ ടു ദ മാർക്കറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങളൊരു പൊസിഷൻ, ഒരു പോയിന്റിൽ നിന്ന് മാർക്കറ്റ് എന്ന് പറയുന്ന പോയിന്റിലോട്ട് നിങ്ങൾ പോവാണ്. സോ അത്തരത്തിലൊരു മൂവ്മെന്റ് ഉള്ള സെന്റൻസ് ആണെങ്കിൽ എപ്പോഴും യൂസ് ചെയ്യേണ്ടത് സൈൻ എന്ന് പറയുന്ന വെർബിന്റെ കോൺജുഗേഷനും, മൂവ്മെന്റ് ഇല്ലാത്ത കേസിൽ ഹാബൻ എന്ന് പറയുന്ന വെർബിന്റെ കോൺജുഗേഷനുമാണ്. സോ മോസ്റ്റ്ലി എപ്പോഴും വരും ഹാബൻ ആയിരിക്കും. കാരണം നമ്മളൊരു 10 സെന്റൻസ് പറയുകയാണെങ്കിൽ അതിൽ മൂവ്മെന്റ് ഉള്ള സെന്റൻസ് എന്ത് ചെയ്യാം, കുറവായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ സൈൻ യൂസ് ചെയ്യുന്നത് കുറച്ച് കേസുകളിലായിരിക്കും, ഹാബൻ ആയിരിക്കും മെയിൻലി യൂസ് ചെയ്യുക. ഈ ഒരു കേസിൽ യൂസ് ചെയ്യുന്ന സൈൻ ആണ്, കാരണം ഇവിടെ മൂവ്മെന്റ് ഉണ്ട്. സോ സൈൻ്റെ കോൺജുഗേഷൻ ഇഷിന്റെ കൂടെ എന്തായിരുന്നു, ഇഷ് ബിൻ, ഡു ബെസ്റ്റ്, അങ്ങനെയായിരുന്നു സൈൻ്റെ കോൺജുഗേഷൻ. സോ ഇഷിന്റെ കൂടെ വരുന്ന കോൺജുഗേഷൻ ആണ് ബിൻ. സോ സെക്കൻഡ് പൊസിഷൻ നമ്മൾ കവർ ചെയ്തു. അതായത് ഫസ്റ്റ് റൂൾ ഇപ്പൊ നമ്മൾ കവർ ചെയ്തിരിക്കുകയാണ്, സെക്കൻഡ് പൊസിഷനിൽ ഹെൽപ്പിംഗ് വെർബ് എന്നുള്ള ആ ഒരു റൂള്. ഇനി നെക്സ്റ്റ് എന്ത് എഴുതണം, തേർഡ് പൊസിഷനിൽ എന്ത് എഴുതണം, ഇതാണ് നിങ്ങളുടെ ഡൗട്ട്. നിങ്ങൾ വെന്റ് എന്നുള്ള വാക്ക് ഒരിക്കലും ഇനി അടുത്തത് എഴുതരുത്. കാരണം എന്താ, നമ്മളുടെ രണ്ടാമത്തെ റൂൾ എന്താ, ഇത് ലാസ്റ്റ് പൊസിഷനിൽ വെർബിന്റെ പാർട്ടിസിപ്പ് ഫോം, ഗോ എന്ന് പറയുന്ന വെർബിന്റെ പാർട്ടിസിപ്പ് ആണ് വെന്റ് എന്ന് പറയുന്നത്. സോ അതെപ്പോഴും എന്ത് ചെയ്യണം, ലാസ്റ്റിൽ പോകണം. ഓക്കെ, അപ്പൊ ഇതൊരിക്കലും പോയിട്ട് ഇനി അടുത്തത് എഴുതരുത്. അപ്പൊ ബാക്കിയുള്ളതൊക്കെ എഴുതുക. ടു ദ മാർക്കറ്റ്. സോ ടു എന്നുള്ളതിന്റെ ജർമ്മൻ സു ദം അല്ലെങ്കിൽ സും. ഇനി മാർക്കറ്റ്, മാർക്ട്. ലാസ്റ്റ് പൊസിഷനിൽ എന്ത് ചെയ്യാം, ഗെഗാങ്കൻ. അപ്പൊ ഇത് ലാസ്റ്റ് പൊസിഷനിലാണ് വരേണ്ടത്. അപ്പൊ ഈ ഒരു സെന്റൻസ് ജർമ്മനിൽ എഴുതുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കുക, ഐ വെന്റ് ടു ദ മാർക്കറ്റ് എന്ന് പറയുന്ന സെന്റൻസ് ജർമ്മനിൽ വരുന്ന സമയത്ത് ഇഷ് ബിൻ സും മാർക്ട് ഗെഗാങ്കൻ. സോ ഇവിടെ എന്താ ഡിഫറൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇത്ര നോക്കാം. ഫസ്റ്റ് പൊസിഷനിൽ സബ്ജക്റ്റ് വന്നു, സെക്കൻഡ് പൊസിഷനിൽ ഹെൽപ്പിംഗ് വെർബ് ഹാബൻ അല്ലെങ്കിൽ സൈൻ വരണം. സോ അത് നമ്മൾ സൈൻ യൂസ് ചെയ്തു, അതിനൊരു കാരണം പറഞ്ഞു, കാരണം മൂവ്മെന്റ് ഉണ്ടായിരുന്നു. സോ ഇഷ് ബിൻ, അത് രണ്ടും നമ്മൾ കവർ ചെയ്തു. ഈ ഒരു റൂള് കവർ ചെയ്ത് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് നമ്മൾ ഒരിക്കലും വെന്റ്, കാരണം ഇത്രയാണ് ഇപ്പൊ നമ്മൾ എഴുതിയത്, ഇനി ഇത്രയും എഴുതാനുണ്ട്, വെന്റ് ടു ദ മാർക്കറ്റ്. സോ വെന്റ് നെക്സ്റ്റ് എഴുതരുതെന്ന് പറഞ്ഞു, കാരണം എന്താ, ഇത് ലാസ്റ്റ് വരണം. പിന്നെ ഉള്ളത് ടു ദ മാർക്കറ്റ് ആണ്, അത് നമ്മൾ എഴുതി സും മാർക്ട്. ഇനി ലാസ്റ്റ് പൊസിഷനിൽ എന്ത് എഴുതു, ഈ വെന്റ്, അതായത് ഗേഹൻ എന്നുള്ള വെർബിന്റെ പാർട്ടിസിപ്പ് ഫോം ആണ് ഗെഗാങ്കൻ. സോ അത് നമ്മൾ എഴുതി ഇഷ് ബിൻ സും മാർക്ട് ഗെഗാങ്കൻ. അതാണ് ഐ വെന്റ് ടു ദ മാർക്കറ്റ്. എന്താണ് പെർഫെക്റ്റ് പാർട്ടിസിപ്സ്, എന്താണ് പ്രെറ്റേരിറ്റും, ഇതിന്റെ ഒരു ഓവറോൾ ഐഡിയ ഇപ്പൊ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടാവും. സോ അതൊന്ന് സമ്മറി ആയിട്ട് പറഞ്ഞുതരാം, എന്നിട്ട് നമുക്ക് കുറച്ചുകൂടെ എക്സാമ്പിൾസിലോട്ടും ഇത് ഈസി ആയിട്ട് നിങ്ങൾക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളതിന്റെ സ്റ്റെപ്സ് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പൊ നമ്മൾ പറഞ്ഞു തന്നു, അതായത് പ്രെറ്റേരിറ്റും യൂസ് ചെയ്യേണ്ടത് വാസും ഹാഡും ഉള്ള സെന്റൻസിലാണ്, നമ്മൾ പെർഫെക്റ്റ് പാർട്ടിസിപ്സ് യൂസ് ചെയ്യേണ്ടത് വാസും ഹാഡും ഇല്ലാത്ത സെന്റൻസിൽ. പെർഫെക്റ്റ് പാർട്ടിസിപ്സ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ പഠിച്ച ഒരു കാര്യമുണ്ട്, സെക്കൻഡ് പൊസിഷനിൽ നമ്മൾ എന്ത് ചെയ്യണം, ഹെൽപ്പിംഗ് വെർബ് ആയിട്ടുള്ള ഹാബൻ അല്ലെങ്കിൽ സൈനിനെ പ്ലേസ് ചെയ്ത് കൊടുക്കണം. അതുപോലെ നമ്മൾ ലാസ്റ്റ് പൊസിഷനിൽ വെർബിന്റെ പാർട്ടിസിപ്പ് ഫോമിനെ, അതായത് ഇപ്പൊ നമ്മളൊരു എക്സാമ്പിൾ ആയിട്ട് ഗേഹന്റെ പാർട്ടിസിപ്പ് ആയിരുന്നു ഗെഗാങ്കൻ എന്ന് പറയുന്ന വെർബ്, അപ്പൊ അതിനെ പ്ലേസ് ചെയ്യണം എന്നുള്ളത് പഠിച്ചു. അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നു. ഇനി ഇതെങ്ങനെ ഈസി ആയിട്ട് റിമൈൻഡ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളിത് ലൈഫിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ചെയ്യേണ്ട സ്റ്റെപ്പ് എന്ത്, നമ്മളുടെ മനസ്സിലൂടെ കടന്നു പോകേണ്ട ആ ഒരു സ്റ്റെപ്പ് എന്താണെന്നുള്ളതാണ് നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇപ്പോൾ അതിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് കുറച്ച് എക്സാമ്പിൾസ് അല്ലെങ്കിൽ ഇംഗ്ലീഷിലെ കുറച്ച് സെന്റൻസ് കാണിച്ചു തരാം. ഐ എയ്റ്റ് ദ ബ്രേക്ക്ഫാസ്റ്റ്. ഓക്കെ, ഐ എയ്റ്റ് ദ ബ്രേക്ക്ഫാസ്റ്റ്. ഇനി രണ്ടാമത്തെ ഒരു സെന്റൻസ് ആയിട്ട് ഞാൻ ഇടുന്നത് ഷീ go to the church. She go to the church. ഇത് പ്രസന്റ് ടെൻസ് ആണ്, ബട്ട് എന്തിനാന്നുള്ളത് പറഞ്ഞു തരാം. മൂന്നാമത്തെ ഒരു സെന്റൻസ് ആയിട്ട് ഞാൻ ഇടുന്നത് she was a nurse. She was a nurse. അവൾ ഒരു നേഴ്സ് ആയിരുന്നു. നെക്സ്റ്റ് ഒരു സെന്റൻസ് ആയിട്ട് ഇടുന്നത് we visited our family. ഓക്കെ, സോ ടോട്ടൽ 4 സെന്റൻസുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും.
I ate the breakfast. She go to the church. She was a nurse. We visited our family. അപ്പോൾ ഇത്തരത്തിലുള്ള 4 സെന്റൻസുകൾ നിങ്ങൾക്ക് കയ്യിലുണ്ട്. ഇനി ഇത് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യരുത്, ഡയറക്റ്റ് ജമ്പ് ചെയ്തിട്ട് ഓക്കെ ഇത് ഞാൻ ജർമ്മനിൽ പറയാന്നുള്ള ഒരു ഇന്റൻഷനിൽ പോകരുത്. ഇവിടെ നിങ്ങൾ മൈൻഡ് പ്രൊസീഡ് ചെയ്യണം. കാരണം A1 ലെവൽ എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ അത്ര പേഷ്യൻസോട് കൂടെ ഓരോ സ്റ്റെപ്പും മനസ്സിലാക്കി അത് ഫോളോ ചെയ്യാനുള്ള ടൈമാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റ്ലി ഐ ഏറ്റ് ദ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്ന സെന്റൻസ് പോയിട്ട് പറയാതെ ഇവിടെ നിങ്ങൾ അസസ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഫോർ എക്സാമ്പിൾ, ആദ്യം നിങ്ങൾ നോക്കേണ്ടത് ഏത് ടെൻസ് ആണെന്നുള്ളത് നോക്കുക. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഏറ്റവും കൂടുതൽ ജർമ്മൻ പഠിക്കുന്ന സ്റ്റുഡൻസ് ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് ആണ്. അവർക്കൊരു സെന്റൻസ് മനസ്സിൽ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അവർ അതിനെക്കുറിച്ച് അസസ് ചെയ്യാതെ ഡയറക്റ്റ് ജമ്പ് ചെയ്യും. അപ്പോഴാണ് മിസ്റ്റേക്സ് വരിക. നിങ്ങളിവിടെ മനസ്സിലാക്കേണ്ടത്, നിങ്ങളൊരു സെന്റൻസ് എഴുതുമ്പോൾ ആദ്യം അവിടുത്തെ ടെൻസ് ഏതാ നോക്കണം. കാരണം ടെൻസ് അറിഞ്ഞെങ്കിലേ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ, നിങ്ങൾ അത് എഴുതേണ്ടത് പ്രസന്റ് ടെൻസിലാണോ, അതായത് വെർബ് സെക്കൻഡ് ആണോ കോൺജുഗേറ്റ് ചെയ്യേണ്ടത്, അതോ പ്രെറ്റേരിറ്റത്തിലാണോ, സെക്കൻഡ് പൊസിഷനിൽ വാസും ഹാഡും ആണോ വരേണ്ടത്, അതോ ഇനി പെർഫെക്റ്റ് പാർട്ടിസിപ്പിലാണോ ഫ്യൂച്ചറിലാണോ എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ പറ്റുള്ളൂ. സോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ടെൻസ്, ഏതാണ് ടെൻസ് എന്ന് നോക്കണം. ഇനി സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ടെൻസിനനുസരിച്ചിട്ടാണ് നിങ്ങൾ ഈ ഒരു സെന്റൻസിന്റെ ഫോർമാറ്റ് നിശ്ചയിക്കുക. അതായത് ഇത് പ്രസന്റ് ടെൻസിൽ എഴുതണോ അതോ പ്രെറ്റേരിറ്റും പാറ്റേണിൽ എഴുതണോ അതോ പെർഫെക്റ്റ് പാർട്ടിസിപ്സായി എഴുതണോ എന്നുള്ള ആ ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടുന്നത് ഇതിന്റെ ടെൻസ് നോക്കിയതിന്റെ ശേഷമാണ്. അപ്പൊ ഈ 2 കാര്യങ്ങൾ ചെയ്തതിന്റെ ശേഷം മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യാവൂ, നിങ്ങൾ ഈ ഒരു സെന്റൻസ് അറ്റംപ്റ്റ് ചെയ്യാൻ പോവാവും. സോ ഐ ഏറ്റ് ദ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്ന ഈ ഒരു സെന്റൻസ് കാണുന്ന സമയത്ത് നിങ്ങൾ ആലോചിക്കേണ്ടത് ആദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഏത് ടെൻസ് ആണ്. ഓട്ടോമാറ്റിക്കലി ഇത് വരുന്നത് പാസ്റ്റ് ടെൻസ് ആണ്. പാസ്റ്റ് ടെൻസിൽ നമ്മൾ പഠിച്ചു 2 മെത്തേഡ് ഉണ്ട്, പ്രെറ്റേരിറ്റും അല്ലെങ്കിൽ പെർഫെക്റ്റ് പാർട്ടിസിപ്സായി. അതിലേത് മെത്തേഡിൽ എഴുതണം? ഇത് എഴുതേണ്ടത് പെർഫെക്റ്റ് പാർട്ടിസിപ്സായി മെത്തേഡിലാണ്. കാരണം എന്താ, ഇവിടെ വാസും ഹാഡും വന്നിട്ടില്ല. വാസും ഹാഡും വരുമ്പോഴാണ് നമ്മൾ പ്രെറ്റേരിറ്റത്തിൽ എഴുതുക. പ്രസന്റ് ടെൻസ് എന്നുള്ള ഇവിടെ ഒരു തോട്ടേ അല്ല, കാരണം ഇത് പാസ്റ്റ് ആണ്. സോ ഇത് എഴുതേണ്ടത് പെർഫെക്റ്റ് പാർട്ടിസിപ്സോയിലാണെന്നുള്ള ഒരു മുൻകൂർ തോട്ട് നിങ്ങൾ ഉണ്ടാക്കി വെക്കുക. ഇനി ഷീ ഗോ ടു ദ ചർച്ച്, ഈ സെന്റൻസിന്റെ ടെൻസ് ഏത്? ഇത് വരുന്നത് പ്രസന്റ് ടെൻസ് ആണ്. സോ ഇവിടെ നിങ്ങൾ ജസ്റ്റ് പ്രസന്റ് ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് മാർക്ക് ചെയ്യുന്നു. ഇനി ഷീ വാസ് എ നേഴ്സ് എന്ന് പറയുന്ന സെന്റൻസ്, ഇതിന്റെ ടെൻസ് വരുന്നത് വാസ് ഹാഡ് വന്നിട്ടുണ്ട്, പാസ്റ്റ് ആണെന്ന് മനസ്സിലായി. അതിൽ പ്രെറ്റേരിറ്റുമാണ് യൂസ് ചെയ്യേണ്ടത്. കാരണം എന്താ, സെന്റൻസിൽ വാസ് അല്ലെങ്കിൽ ഹാഡ് വന്നു കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് പ്രെറ്റേരിറ്റും യൂസ് ചെയ്യണം. ഇനി വി വിസിറ്റഡ് അവർ ഫാമിലി, വിസിറ്റഡ്, ഞങ്ങൾ ഞങ്ങളുടെ ഫാമിലിയെ വിസിറ്റ് ചെയ്തു, പാസ്റ്റ് ആണ്. അതിൽ വാസും ഹാഡും ഇല്ലാത്ത സെന്റൻസ് ആണ്. സോ പെർഫെക്റ്റ് പാർട്ടിസിപ്സായി വെച്ചിട്ട് എഴുതണം. അപ്പൊ ഈ ഒരു സ്റ്റെപ്പ് ഇത്ര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇത് നിങ്ങൾ ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് ഫോർമുലയാണ്, അല്ലെങ്കിൽ ഞാൻ ഈ സെന്റൻസ് എഴുതുമ്പോൾ വെർബ് സെക്കൻഡ് ആണോ കൊടുക്കേണ്ടത്, ഇവിടെ ഞാൻ ഹെൽപ്പിംഗ് വെർബ് ചേർക്കണോ, അല്ലെങ്കിൽ ഇവിടെ ഞാൻ പാർട്ടിസിപ്സായി യൂസ് ചെയ്യണോ എന്നുള്ള ആ ഒരു ഐഡിയ കിട്ടുള്ളൂ. ഇത് ഡിസൈഡ് ചെയ്തതിന്റെ ശേഷം മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യാവൂ, ഈ ഒരു സെന്റൻസ് എഴുതാൻ പോവാവൂ. അപ്പൊ ഈ ഒരു സ്റ്റെപ്പ് അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ ഏത് സെന്റൻസ് നിങ്ങൾ ജർമ്മൻ A1 ലെവലിൽ അറ്റംപ്റ്റ് ചെയ്യുന്ന സമയത്തും അതിന്റെ ടെൻസ് ഏതാന്ന് നോക്കുക. അത് പ്രസന്റ് ആണോ, പെർഫെക്റ്റ് പാർട്ടിസിപ്സോയിൽ എഴുതണോ അതോ ഫ്യൂച്ചറിൽ എഴുതണോ എന്നുള്ള ഒരു ഡിസിഷൻ ആദ്യം എടുക്കുക. എന്നിട്ടാണ് നിങ്ങൾ ഇത് എഴുതാൻ തുടങ്ങേണ്ടത്. തൊട്ട് മുൻപ് ഞാൻ പറഞ്ഞു നിർത്തിയ കാര്യമാണ്, നിങ്ങൾ ആദ്യം നോക്കേണ്ടത് ടെൻസ് ആണ്. കാരണം ടെൻസ് നോക്കി കഴിഞ്ഞെങ്കിൽ നിങ്ങൾക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ, അത് പ്രസന്റ് ടെൻസിൽ എഴുതണോ, പ്രെറ്റേരിറ്റും യൂസ് ചെയ്യണോ, പെർഫെക്റ്റ് യൂസ് ചെയ്യണോ എന്നുള്ളത് മനസ്സിലാവുള്ളൂ. സോ നമ്മളിപ്പോൾ ജസ്റ്റ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഐ ഏറ്റ് ദ ബ്രേക്ക്ഫാസ്റ്റ് പാർട്ടിസിപ്സോയിൽ എഴുതണം. ഷീ ഗോ ടു ദ ചർച്ച്, അത് നിങ്ങൾ പ്രസന്റിൽ എഴുതണം. ഷീ വാസ് എ നേഴ്സ്, പ്രെറ്റേരിറ്റത്തിൽ എഴുതണം. വി വിസിറ്റഡ് അവർ ഫാമിലി, പാർട്ടിസിപ്സോയിൽ എഴുതണം എന്നുള്ളത്. സോ ഇത് എങ്ങനെ എഴുതാന്നുള്ളത് ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഇപ്പൊ ഐ ഏറ്റ് ദ ബ്രേക്ക്ഫാസ്റ്റ് പാർട്ടിസിപ്സോയിൽ എഴുതണം എന്ന് പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ടത് ആ 2 റൂളാണ്. ഓക്കെ, അപ്പൊ ടെൻസ് നോക്കി പാർട്ടിസിപ്സോയി ആണെന്ന് മനസ്സിലാക്കി. ഇനി പാർട്ടിസിപ്സോയി ആണെങ്കിൽ ആ 2 റൂൾ ആലോചിക്കണം, അല്ലാതെ ഡയറക്റ്റ് എഴുതി പോയി കഴിഞ്ഞാൽ വീണ്ടും തെറ്റും. സോ പാർട്ടിസിപ്സോയി ആകുമ്പോഴുള്ള റൂളാണെന്ത്, സെക്കൻഡ് പൊസിഷനിൽ ഹെൽപ്പിംഗ് വെർബ് വരണം, ലാസ്റ്റ് പൊസിഷനിൽ വെർബിന്റെ പാർട്ടിസിപ്സോയി ഫോം, അതായത് കഴിക്കുക, എസൻ എന്നുള്ള വെർബ്, അതിന്റെ പാർട്ടിസിപ്സോയി ആണ് ഗെഗേസൻ. സോ അത് നമ്മൾ ജസ്റ്റ് ഇവിടെ ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ യൂസ് ചെയ്ത വെർബാണ് എസൻ എന്ന് പറയുന്ന വെർബ്, അതിന്റെ പാർട്ടിസിപ്സോയി ആണ് ഗെഗേസൻ. ഓക്കെ,
ഇനി ഇവിടുത്തെ ഹെൽപ്പിംഗ് വെർബ് ആയിട്ട് വരുന്നത് ഹാബൻ, കാരണം ഇതിന് മൂവ്മെന്റ് ഇല്ല, ഒരു പോയിന്റ് നിന്ന് വേറൊരു പോയിന്റിലോട്ട് നമ്മൾ പോകുന്നില്ല. സോ അവിടെ വരുന്ന ഒരു ഹെൽപ്പിംഗ് വെർബ് ഹാബൻ ആണ്. സോ ഈ ഒരു സെന്റൻസ് നിങ്ങൾ എഴുതുന്ന സമയത്ത് ആദ്യത്തെ ക്വസ്റ്റനിൽ ഓട്ടോമാറ്റിക്കലി ഇഷ് എന്നുള്ള സബ്ജക്റ്റ് വരും. സെക്കൻഡ് ക്വസ്റ്റനിൽ നമ്മൾ പഠിച്ചു വരേണ്ടത് ഹെൽപ്പിംഗ് വെർബ് ആണ്. സോ ഇഷിന്റെ കൂടെ ഹാബൻ എന്നുള്ള ഹെൽപ്പിംഗ് വെർബ് വരുമ്പോൾ ഹാബ്, ഇഷ് ഹാബ്. ഇനി ദ ബ്രേക്ക്ഫാസ്റ്റ്, ദാസ് Frühstück, das Frühstück gegessen. ഓക്കെ, സോ ഈ സെന്റൻസ് ജർമ്മനിൽ വരുന്ന സമയത്ത് നോക്കുക, ich habe das Frühstück gegessen. ഫസ്റ്റ് പൊസിഷനിൽ നിങ്ങൾ സബ്ജക്റ്റ് എഴുതി, സെക്കൻഡ് പൊസിഷനിൽ ഹെൽപ്പിംഗ് വെർബ് വന്നു, പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ. കാരണം ഐ എയ്റ്റ് ദ ബ്രേക്ക്ഫാസ്റ്റിൽ ഐ എഴുതി, ഹെൽപ്പിംഗ് വെർബ് എഴുതി, പിന്നെ എയ്റ്റ് എഴുതാൻ പാടില്ല, കാരണം അത് ലാസ്റ്റ് പൊസിഷനിൽ പോകണം. അതാണ് നമ്മളിവിടെ ലാസ്റ്റ് പൊസിഷനിൽ എഴുതിയത്. പിന്നെ ബാക്കിയുള്ള ദ ബ്രേക്ക്ഫാസ്റ്റ് എന്നുള്ള വാക്ക് ആഡ് ചെയ്തു. ഇനി സെക്കൻഡ് സെന്റൻസ് നോക്കുക, ഷീ ഗോ ടു ദ ചർച്ച്. അപ്പൊ ഈ ഷീ ഗോ ടു ദ ചർച്ച് എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ ഇത് പ്രസന്റ് ടെൻസിലാണ് എഴുതേണ്ടത്. അപ്പൊ ഇത്രയും എപ്പിസോഡിൽ നമ്മൾ പഠിച്ച പ്രസന്റ് ടെൻസ് ആണ്, സിമ്പിൾ ആണ്. വെർബിന് എന്ത് ചെയ്താൽ മതി, സെക്കൻഡ് പൊസിഷനിൽ കോൺജുഗേറ്റ് ചെയ്ത് കൊടുത്താൽ മതി. സോ ഷീ ഗോ ടു ദ ചർച്ച് എന്ന് പറയുന്ന സമയത്ത് ഷീ എന്നുള്ളതിന്റെ ജർമ്മൻ നിങ്ങൾക്ക് അറിയാം, സി. ഇനി ഗോ എന്നുള്ള വെർബാണ് ഗേൻ, അത് സിയുടെ കൂടെ വരുന്ന സമയത്ത് ഗേറ്റ്, സി ഗേറ്റ്. ഇനി ടു ദ ചർച്ച്, ടു എന്നുള്ളതിന്റെ ജർമ്മൻ സു. ഇനി ദ ചർച്ച്, സു ദർ കിർഷ്, സു ദർ കിർഷ്. ഓക്കെ, സോ സി ഗേറ്റ് സുവർ കിർഷ്. ഈ സു ദർ എന്നുള്ളത് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്ന സമയത്ത് മനസ്സിലാവും, ഇതിന്റെ ഷോർട്ട് ഫോം ആണ് സുവർ എന്ന് പറയുന്നത്. സോ സി ഗേറ്റ് സുവർ കിർഷ്, ഇതാണ് ഇവിടെ സെന്റൻസ് വരുന്നത്. ഇനി ഷീ വാസ് എ നഴ്സ്, ഇത് നിങ്ങൾ എഴുതേണ്ടത് പ്രട്ടേരിറ്റത്തിലാണെന്ന് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. സോ പ്രട്ടേരിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാരണം എന്താ, വാസും ഹാഡും വരുന്ന സെന്റൻസ് നമ്മൾ എഴുതേണ്ടത് പ്രട്ടേരിറ്റത്തിലാണ്. സോ അത് നമ്മൾ അവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഈസി ആയിട്ട് എഴുതാം, കാരണം വാസിന്റെ കോൺജുഗേഷൻ നമുക്കറിയാം. സോ ഷീ വാസ് എന്ന് പറയുന്ന സമയത്ത് സി വാർ. ഇനി നേഴ്സ്, സി വാർ ക്രാങ്കൻ ഷെസ്റ്റർ, നേഴ്സ് എന്നുള്ളതിന്റെ ജർമ്മൻ ക്രാങ്കൻ ഷെസ്റ്റർ. സി വാർ ക്രാങ്കൻ ഷെസ്റ്റർ, ഷീ വാസ് നേഴ്സ്, അവരൊരു നേഴ്സ് ആയിരുന്നു എന്ന് പറയുന്ന സെന്റൻസ്. സി വാർ ക്രാങ്കൻ ഷെസ്റ്റർ. ഇനി ലാസ്റ്റ് വരുന്ന സെന്റൻസ് വി വിസിറ്റഡ് അവർ ഫാമിലി. ഇത് നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, പാർട്ടിസിപ്പ് സോയി ആണ്. കാരണം എന്താ, പാസ്റ്റ് ടെൻസ് ആണ്, വാസും ഹാഡും ഇല്ലാത്ത സെന്റൻസ് ആണ്. സോ ഇത് പാർട്ടിസിപ്പ് സോയിൽ എഴുതണം, വി വിസിറ്റഡ് അവർ ഫാമിലി. സോ പാർട്ടിസിപ്പ് സോയി എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലാക്കണം രണ്ട് സ്റ്റെപ്പ്. ആദ്യത്തെ സ്റ്റെപ്പ് സെക്കൻഡ് പൊസിഷനിൽ ഹെൽപ്പിംഗ് വെർബ് വരണം, ലാസ്റ്റ് പൊസിഷനിൽ വെർബിന്റെ പാർട്ടിസിപ്പ് സോയി ഫോം വരണം. സോ വിസിറ്റ് എന്നുള്ള വെർബാണ് ജർമ്മനിൽ ബെസൂക്കൻ എന്ന് പറയുന്നത്, ബെസൂക്കൻ. ഇതിന്റെ പാർട്ടിസിപ്പ് സോയി ആണ് ബെസൂക്ട്. ഹെൽപ്പിംഗ് വെർബ് വരുന്നത് ഹാബൻ, കാരണം അവിടെ മൂവ്മെന്റ് ഇല്ല, വിസിറ്റ് ചെയ്യാന്ന് പറയുന്ന സമയത്ത് മൂവ്മെന്റ് വരുന്നില്ല. സോ ബെസൂക്കൻ ബെസൂക്ട്. ഇനി ഇതെങ്ങനെ ജർമ്മനിൽ എഴുതാം, ആദ്യം ഞാൻ വി എന്നുള്ള വാക്ക് എഴുതാണ്, വിയർ. ഇനി സെക്കൻഡ് പൊസിഷനിൽ ഒരിക്കലും വിസിറ്റഡ് അല്ലെങ്കിൽ ബെസൂക്ട് എന്ന് പോയിട്ട് എഴുതരുത്, കാരണം രണ്ടാമത്തെ പൊസിഷനിൽ പാർട്ടിസിപ്പ് സോയിൽ വരേണ്ടത് ഹെൽപ്പിംഗ് വെർബാണ് ഹാബൻ വെച്ചിട്ട്. സോ വിയർ ഹാബൻ, വിയർ ഹാബൻ. ഇനി വിസിറ്റഡ് ലാസ്റ്റ് പോകണം, അവർ ഫാമിലിയാണ് ബാക്കിയുള്ളത്. സോ അവർ ഫാമിലി, ഉൻസറെ, ഉൻസറെ ഫാമിലിയെ besucht. Okay, so wir haben unsere Familie besucht. അപ്പോൾ ഈ ഒരു സെന്റൻസ് എഴുതിയ സമയത്ത് നമ്മൾ യൂസ് ചെയ്ത ലോജിക്ക് ഇത്രയേ ഉള്ളൂ. സബ്ജക്റ്റിനെ ഫസ്റ്റ് എഴുതി, സെക്കൻഡ് പൊസിഷനിൽ ഹെൽപ്പിംഗ് വെർബ് ആയിട്ടുള്ള ഹാബന്റെ കോൺജുഗേഷൻ വന്നു, പിന്നെ വിസിറ്റഡ് എന്ന് പറയുന്നത് ലാസ്റ്റ് പോകണം, കാരണം പാർട്ടിസിപ്പ് സോയിൽ സെക്കൻഡ് റൂൾ അതായിരുന്നു, വെർബിന്റെ പാർട്ടിസിപ്പ് സോയി ഫോം ലാസ്റ്റ് പോകണം. അതാണ് നമ്മൾ ബെസൂക്കൻ എന്ന് പറയുന്ന വെർബിന്റെ ബെസൂക്ട് എന്ന് പറയുന്ന വെർബ് ലാസ്റ്റ് എഴുതി. സോ വിയർ ഹാബൻ
unsere Familie besucht. We visited our family. അപ്പോൾ ഈ ഒരു പാറ്റേണിലാണ് നിങ്ങളിത് ചെയ്തു തുടങ്ങേണ്ടത്. ഇനി ഇതെങ്ങനെ നിങ്ങൾക്ക് ലൈഫിൽ അപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ ഇതെങ്ങനെ നിങ്ങൾ പഠിച്ചു തുടങ്ങണം. കാരണം ഇതൊരു എന്താ പറയുക, കുറച്ചുകൂടെ നിങ്ങൾ ടൈം എടുത്തിട്ട് ചെയ്യേണ്ട കാര്യമാണ്. അപ്പോൾ ഇതെങ്ങനെ നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങളൊരു എക്സ്ട്രാ ടൈം അല്ലെങ്കിൽ ഇതിനായിട്ടൊരു സമയം കണ്ടെത്താതെ ചെയ്യാം, അല്ലെങ്കിൽ ഇത് ഒന്ന് ട്രാക്കിലാവാൻ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തെന്നുള്ളത് കൂടെ ജസ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ലാംഗ്വേജ് ലേണിങ്ങിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഇന്നത്തെ ഒരു എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്, പാസ്റ്റ് ടെൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ജർമ്മൻ ലാംഗ്വേജിൽ എങ്ങനെ പാസ്റ്റ് ടെൻസ് എഴുതണം, അതിൻ്റെ 2 മെത്തേഡ്സ് ഏതാണ്, അതുപോലെ ഇത് എഴുതുന്ന സമയത്ത് നിങ്ങൾ മെയിൻലി ആലോചിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് പ്രോപ്പർലി നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട്. ഇനി നിങ്ങളുടെ മനസ്സിലൊരു ഡൗട്ട് ഉണ്ടാവും, ഇത് ഞാൻ എങ്ങനെ ചെയ്യണം, അല്ലെങ്കിൽ ഈ ഒരു ടോപ്പിക്, ഈ പാസ്റ്റ് ടെൻസും പ്രസന്റ് ടെൻസും ഒക്കെ മനസ്സിലാക്കാൻ ഞാൻ ചെയ്യേണ്ടത് എന്താണെന്നുള്ള ഒരു ക്വസ്റ്റ്യൻ നിങ്ങളുടെ മനസ്സിലുണ്ടാവും. ഡയറി എഴുതുക എന്നുള്ളതാണ് ഇവിടെ നിങ്ങൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു വർക്ക് എന്നുള്ളത്. അപ്പോൾ ഈ ഡയറി എഴുതുന്നതുകൊണ്ട് എന്താണ് ഇമ്പോർട്ടൻസ് എന്നുള്ളത് പറഞ്ഞുതരാം. ഇപ്പോൾ നിങ്ങൾക്ക് ഡയറി എഴുതുന്ന ഒരു ശീലമില്ലാത്ത ആളാണെങ്കിൽ പോലും നിങ്ങൾ ഡയറി എഴുതി തുടങ്ങുക. കാരണം ഞാനൊക്കെ ജർമ്മൻ പഠിച്ച സമയത്ത് എനിക്ക് ഈ ഡയറി എഴുതുന്ന കാര്യം എന്ന് പറയുന്ന ആക്ടിവിറ്റി തീരെ ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. പക്ഷേ എൻ്റെ ജർമ്മൻ ലേണിങ്ങിൽ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്ത ഒരു കാര്യമാണ് ഡയറി റൈറ്റിംഗ്. കാരണം ഇത് ഞാൻ എഴുതി തുടങ്ങിയ സമയത്ത് ഓട്ടോമാറ്റിക്കലി എനിക്ക് എന്ത് ചെയ്യാൻ തുടങ്ങി, എന്താണ് പ്രസന്റ് ടെൻസ്, പാസ്റ്റ് ഡിഫറൻസ്, അതുപോലെ ജർമ്മനിൽ പ്രിട്ടേറിട്ടും പെർഫെക്റ്റ് എഴുതുന്ന ആ ഒരു ഡിഫറൻസ് മനസ്സിലാകാൻ തുടങ്ങി. കാരണം എൻ്റെ ലൈഫിൽ ഡെയിലി നടന്ന കാര്യങ്ങൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ അതിൽ വാസും ഹാഡും വരുന്ന സെന്റൻസ് ഉണ്ടെങ്കിൽ അത് പ്രിട്ടേറിറ്റത്തിൽ എഴുതണം, ഇല്ലെങ്കിൽ പെർഫെക്റ്റ് പാർട്ടിസിപ്സോയിൽ എഴുതണം എന്നുള്ള ആ ഒരു ഐഡിയ എനിക്ക് കിട്ടാൻ തുടങ്ങി. അപ്പോൾ ഡയറി എഴുതി തുടങ്ങി കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുക, ഈസി ആയിട്ട് ഈ ഒരു ടോപ്പിക്ക് പഠിക്കാൻ പറ്റുക. അപ്പോൾ ഇത് നിങ്ങൾ നിർബന്ധമായിട്ട് നിങ്ങളുടെ ലൈഫിൽ ഫോളോ ചെയ്യുക. ഈ ഒരു ടോപ്പിക്ക് പഠിക്കുന്ന സമയത്ത് വൺസ് ഈ ടോപ്പിക്ക് നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഡയറി എഴുതി തുടങ്ങുക. ഡയറി എഴുതി തുടങ്ങുമ്പോൾ നിങ്ങളിപ്പോൾ എഴുതി തുടങ്ങുന്നത് എങ്ങനെയായിരിക്കും, ഞാൻ രാവിലെ 6 മണിക്ക് എണീറ്റു, ഐ വോക്കപ്പ് അറ്റ് 6 o'clock. സോ അതിൽ വാസും ഹാഡും ഇല്ല, പെർഫെക്റ്റ് പാർട്ടിസിപ്സോയിൽ എഴുതണം. ദെൻ ഐ ടുക്ക് ബാത്ത്, അതിന് ശേഷം ഞാൻ കുളിച്ചു, സോ അതിലും വാസും ഹാഡും ഇല്ല, നിങ്ങൾ പെർഫെക്റ്റ് പാർട്ടിസിപ്സോയിൽ എഴുതണം. അതിൻ്റെ ശേഷം ഞാൻ ഭക്ഷണം കഴിച്ചു, ഐ ഏറ്റ് മൈ ബ്രേക്ക്ഫാസ്റ്റ്, വാസും ഹാഡും ഇല്ല, പെർഫെക്റ്റ് പാർട്ടിസിപ്സോയിൽ എഴുതണം. ഐ വാസ് ടയേർഡ്, ഞാൻ ടയേർഡ് ആയിരുന്നു, വാസ് വന്നു, പ്രിട്ടേറിറ്റത്തിൽ എഴുതണം. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ നിങ്ങളുടെ മൈൻഡിനെ വർക്ക് ചെയ്യിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇതിന് സ്പെൻഡ് ചെയ്യേണ്ട ഒരു ടൈം എന്ന് പറയുന്നത് ഡെയിലി നിങ്ങളുടെ എല്ലാ വർക്കും കഴിഞ്ഞിട്ട് വന്ന് ഇരുന്ന് ഡയറി എഴുതുന്ന സമയത്ത് ഒരു 20 മിനിറ്റ്സ് നിങ്ങൾ ഇതിന് സ്പെൻഡ് ചെയ്യേണ്ടി വരുള്ളൂ. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ എഴുതുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു എഫക്റ്റീവ്നെസ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു റിസൾട്ട് നിങ്ങൾക്ക് പ്യുവറായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഡയറി എഴുതുക എന്നുള്ളത് ഈ ഒരു ടോപ്പിക്ക് പഠിക്കാൻ ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. അത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും അതിൻ്റെ റിസൾട്ട് കാണാനും പറ്റും. ഇനി രണ്ടാമത്തെ ഒരു മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഡയറി നമ്മൾ എഴുതുന്നത് മോസ്റ്റ്ലി നമ്മൾ ഉറങ്ങുന്നതിൻ്റെ മുൻപായിരിക്കും. സെയിം പോലെ നിങ്ങൾ എണീറ്റതിൻ്റെ ശേഷം നിങ്ങൾക്ക് ഫസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, അന്ന് ചെയ്യാൻ പോകുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കുക. ഓക്കെ, അതായത് ഒരു പ്ലാൻ ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ എണീറ്റ് കഴിഞ്ഞതിൻ്റെ ശേഷം നിങ്ങൾ ഒരു 7 മണിക്ക് എണീറ്റു, എന്താണ് ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത്, ഞാൻ 7 മണിക്ക് പോയിട്ട് ബ്രഷ് ചെയ്യും, 8 മണിയാകുമ്പോൾ ചായ കുടിക്കും, 9 മണിക്ക് ഞാൻ ഓഫീസിലോട്ട് പോകും. ഇങ്ങനത്തെ അന്നത്തെ ഒരു പ്ലാൻ ജസ്റ്റ് നിങ്ങളൊന്ന് റഫായിട്ട് ഒരു 5 പ്ലാൻസ് നിങ്ങൾ ആലോചിച്ച് നോക്കുക. അത് പ്രസൻറ്റിൽ നിങ്ങൾ പറയാൻ നോക്കുക. ജർമ്മനിൽ ഇപ്പം ഞാൻ ഓഫീസിലോട്ട് പോകും, അപ്പോൾ ഐ ഗോ ടു ദ ഓഫീസ് എന്നുള്ള ആ ഒരു സെൻറ്റൻസ് പ്രസൻറ്റിൽ എങ്ങനെ പറയാം, അല്ലെങ്കിൽ ഞാൻ ചായ കുടിക്കും, ഐ ഡ്രിങ്ക് എ ടീ. ശരിക്കും അത് ഫ്യൂച്ചറിലാണ് വരേണ്ടത്, പക്ഷേ പ്രസന്റ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ആ പ്ലാനിങ്സ് ജസ്റ്റ് ഒന്ന് പറഞ്ഞു നോക്കുക പ്രസന്റിൽ. ഇനി രാത്രിയാകുമ്പോൾ ഈ സെയിം കാര്യങ്ങൾ എന്താവും, നിങ്ങൾ ഡയറി എഴുതുമ്പോൾ പാസ്റ്റിൽ നിങ്ങൾക്ക് പറയാൻ പറ്റും. അപ്പോൾ ഈ 2 കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ ഒരു 2 ആക്ടിവിറ്റി വെച്ചിട്ട് നിങ്ങൾക്ക് ഈ ഒരു ടോപ്പിക്ക് സ്ട്രെങ്തൺ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങളൊരു വർക്ക് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുമ്പോൾ അതെങ്ങനെ പ്രസന്റിൽ പറയാം, പാസ്റ്റിൽ പറയാം എന്നുള്ളതും കൂടെ നിങ്ങൾക്ക് ചെയ്ത് നോക്കാം. സോ തേർഡ്, റെഗുലർ ആക്ടിവിറ്റീസ് എന്ത് ചെയ്യാം, നിങ്ങൾ ഒന്ന് പ്രസന്റിലും പാസ്റ്റിലും പറയാനായിട്ട് നോക്കുക. അപ്പോൾ എന്നും ജിമ്മിൽ പോകുന്ന ആളുകളാണെങ്കിൽ ഐ എം ഗോയിങ് ഇൻ ദ ജിം, ഐ വെന്റ് ടു ദ ജിം. ഈ 2 സെന്റൻസും ജർമ്മനിലൊന്ന് പറയാൻ നോക്കുക. അല്ലെങ്കിൽ നമ്മൾ എന്നും ചെയ്യുന്ന കാര്യമാണ് ഭക്ഷണം കഴിക്കുക എന്നുള്ളത്. അപ്പോൾ ആ സെന്റൻസ് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഞാൻ ഇപ്പോൾ ഭക്ഷണം കഴിക്കുന്നു എന്ന് പറയുന്ന സെന്റൻസ് ഒന്ന് പ്രസന്റിൽ പറയാൻ നോക്കുക. ഭക്ഷണം കഴിച്ചതിന് ശേഷം ഞാൻ ഭക്ഷണം കഴിച്ചു എന്നുള്ളത് പാസ്റ്റിൽ പറയാൻ നോക്കുക. അപ്പോൾ ഇത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഞാൻ പറഞ്ഞു ഭാഷ പഠിക്കുന്ന സമയത്ത് നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ നിങ്ങൾക്ക് സാഹചര്യങ്ങളുണ്ട്, അത് യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളത് മാത്രം, അത് ഡിസിപ്ലിൻ ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലാംഗ്വേജ് ഈസി ആയിട്ട് അക്വയർ ചെയ്യാൻ പറ്റും. സോ ഈ 3 കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. അതോടുകൂടെ തന്നെ ഈ ഒരു എപ്പിസോഡ് എൻഡ് ചെയ്യുന്നതിൻ്റെ മുൻപായിട്ട് ഡയറി എഴുതുക എന്നുള്ളതിൻ്റെ ഇമ്പോർട്ടൻസ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു.
അപ്പോൾ ഇത് നിങ്ങളൊരു അസൈൻമെൻ്റ് ആയിട്ട് നിർബന്ധമായിട്ടും എല്ലാവരും എന്ത് ചെയ്യുക, നിങ്ങൾ ഈ ഒരു ഐഡിയ വെച്ചിട്ട് എങ്ങനെ പെർഫെക്റ്റിൽ എഴുതണം, പ്രെറ്റേരിട്ട് എഴുതണം എന്നുള്ളത് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു ഡയറി റൈറ്റിംഗ് നിങ്ങളൊരു അസൈൻമെൻ്റ് ആയിട്ട് നിങ്ങൾ താഴെ കൊടുത്ത ലിങ്കിൽ സബ്മിറ്റ് ചെയ്യണം. അപ്പോൾ ഈ ഡയറി റൈറ്റിംഗ് എന്ന് പറയുന്ന സമയത്ത് ഇപ്പോൾ ചില ആളുകൾക്ക് ഒരു ഡൗട്ട് വന്നിട്ടുണ്ടാവും. ഇപ്പം ഞാൻ ഈ ഒരു എപ്പിസോഡിൽ പറഞ്ഞ 2 വേർബ്സിൻ്റെ പെർഫെക്റ്റ് അല്ലേ നിങ്ങൾക്ക് അറിയുള്ളൂ. അതായത് ഇപ്പം ഞാൻ ബെസൂക്കൻ്റെ ബെസൂക്ട് പറഞ്ഞു തന്നു, അതുപോലെ ഗേഹൻ്റെ ഗെഗാങ്കൻ പറഞ്ഞു തന്നു. അപ്പം നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? അതായത് നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികളുടെ പെർഫെക്റ്റ് നിങ്ങൾക്ക് കിട്ടണം. കഴിച്ചു എന്ന് പറയുന്ന സമയത്ത് എസൻ്റെത് ഗഗേസൻ ആണെന്നുള്ളത് എങ്ങനെ ഒരു A1 സ്റ്റുഡൻറ്റ് മനസ്സിലാക്കാൻ പറ്റും? അതിന് നിങ്ങൾ യൂസ് ചെയ്യേണ്ട ഒരു വെബ്സൈറ്റ് ആണ് റിവേഴ്സോ കോൺജുഗേറ്റർ ജർമ്മൻ എന്ന് പറയുന്ന വെബ്സൈറ്റ്. സോ ഈ ഒരു വെബ്സൈറ്റ് നിങ്ങൾ യൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഒരു വെർബ്, അതായത് അവിടെ ഒരു സെർച്ചിങ് ഓപ്ഷൻ ഉണ്ടാവും. അവിടെ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, നിങ്ങൾക്ക് ഏത് വെർബാണോ നിങ്ങൾ ചെയ്യുന്നപ്പോൾ കളിക്കുക എന്നുള്ള സ്പീലൻ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ താഴെ പെർഫെക്റ്റ്, ഇൻഡിക്കാറ്റീവ് പെർഫെക്റ്റ് എന്ന് പറയുന്ന ഒരു ഹെഡിങ് ഉണ്ടാവും. അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ സ്പീലൻ്റെ പാസ്റ്റ് ഗെഷ്പീൽട്ട് ആണ്, അതിൻ്റെ ഹെൽപ്പിംഗ് വെർബ് ഹാബൻ ആണെന്നുള്ളത്. സെയിം പോലെ ഇപ്പം നിങ്ങൾക്ക് വേറൊരു വെർബ്, ഇപ്പോൾ ഷ്ലാഫൻ ഉറങ്ങുക എന്നുള്ള വെർബ്, അവിടെ നിങ്ങൾ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇൻഡിക്കാറ്റീവ് പെർഫെക്റ്റ് ആ ഒരു ഹെഡിങ് നോക്കണേ. ഇൻഡിക്കാറ്റീവ് പെർഫെക്റ്റിൻ്റെ താഴെ നിങ്ങൾക്ക് കാണാൻ പറ്റും അതിൻ്റെ പെർഫെക്റ്റ് പാർട്ടിസിപ്പൽ ഫോം എന്ന് പറയുന്നത് ഗെഷ്ലാഫൻ ആണ്, അതിൻ്റെ ഹെൽപ്പിംഗ് വെർബ് ഹാബൻ ആണെന്നുള്ളത്. സോ ഏത് വെർബ് ആണെങ്കിലും നിങ്ങൾക്ക് അവിടെ വെച്ചിട്ട് എന്ത് ചെയ്യുക, അതിൻ്റെ പാർട്ടിസിപ്പൽ ഫോം ഏതാണ്, അതിൻ്റെ ഹെൽപ്പിംഗ് വെർബ് ഏതാണ്, അതിൻ്റെ പ്രസൻറ്റിലെ കോൺജുഗേഷൻ എല്ലാം നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റ് വഴി കണ്ടെത്താം. സോ ഇത് നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, നിങ്ങൾ ചെയ്യുന്ന വെർബുകൾ അല്ലെങ്കിൽ പ്രവൃത്തിയുടെ പാസ്റ്റ് എന്താണെന്നുള്ളത് കണ്ടെത്താൻ പറ്റും. അതുവഴി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡയറി എഴുതാം. സോ എല്ലാവരും ഈ ഒരു അസൈൻമെന്റ് സീരിയസ് ആയിട്ട് എടുക്കുക. കാരണം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തന്ന് അതിൻ്റെ ആ ഒരു റിസൾട്ട്, അല്ലെങ്കിൽ ഓക്കെ ഞാൻ ഇത്രയും പഠിച്ചതിന് ഇങ്ങനെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണിത്. സോ നിങ്ങൾ എല്ലാവരും തന്നെ നിർബന്ധമായിട്ടും ഈ അസൈൻമെന്റ് താഴെ കൊടുത്ത ലിങ്കിൽ നിർബന്ധമായിട്ടും ചെയ്യാം. അസൈൻമെന്റ് ചെയ്യാന്നുള്ളത് പറഞ്ഞു. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇനി നിങ്ങളുടെ മനസ്സിലുള്ള ഒരു ക്വസ്റ്റൻ ആയിരിക്കും, എന്താണ് നെക്സ്റ്റ് എപ്പിസോഡിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും, നമ്മൾ പ്രസന്റ് ടെൻസും പാസ്റ്റ് ടെൻസും ആണ് ഡിസ്കസ് ചെയ്തത്. ഓട്ടോമാറ്റിക്കലി നമ്മൾ അടുത്ത എപ്പിസോഡിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫ്യൂച്ചർ ടെൻസ് ആണ്. അപ്പോൾ ഇത് മൂന്നും അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ജർമ്മനിലെ ഏത് സെന്റൻസും ഒരു A1 സ്റ്റുഡൻറ്റിനെ വെച്ച് നോക്കുന്ന സമയത്ത് ഈസി ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്താണ് ഫ്യൂച്ചർ ടെൻസ്, എങ്ങനെ ഫ്യൂച്ചറിൽ സെന്റൻസ് എഴുതാം, ഫ്യൂച്ചറിൽ സെന്റൻസ് എഴുതുമ്പോൾ ജർമ്മനിൽ ഈസി ആണോ, വെർബിന്റെ പൊസിഷൻ എവിടെയാണ് വരുന്നത്, അവിടെ എന്തെങ്കിലും മാറ്റങ്ങൾ വരുന്നുണ്ടോ, ഇത്തരത്തിലുള്ള ഇൻട്രസ്റ്റിംഗ് കാര്യങ്ങളാണ് നെക്സ്റ്റ് എപ്പിസോഡിൽ നമ്മൾ കാണാൻ പോകുന്നത്. സോ അതിനായിട്ട് നിങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക.